ഗുഡ് ഈവനിങ്. കേൾക്കാമോ? ക്ലിയർ അല്ലേ? ഒന്ന് റെസ്പോണ്ട് ചെയ്യും. സൗണ്ടൊക്കെ ക്ലിയർ അല്ലേ? ഒന്ന് റെസ്പോണ്ട് ചെയ്യും. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നന്ദന, സ്വാതി കൃഷ്ണ, അഭിഷേക്, ആരോൺ, നിഖിൽ രാജൻ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ആതിര, വിജിഷ, സ്മൃതി, ലയ, ശ്രീ ശക്തി, നന്ദന. ഓക്കെ, ഗുഡ് ഈവനിങ്. ദിയ, ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ക്ലിയർ അല്ലേ? സൗണ്ട് ക്ലിയർ അല്ലേ? അഭിനവ്, ഒന്ന് സൗണ്ട് ക്ലിയർ അല്ലേ? ഒന്ന് കൺഫേം ചെയ്യൂ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ക്ലിയർ ആണ്. താങ്ക് യു. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 ചോദ്യം ചെയ്യാൻ പറഞ്ഞായിരുന്നു. 13ാമത്തെ ചോദ്യം നിങ്ങൾ ചെയ്തോ? എന്താണ്? ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ത്രൂ ദ പോയിന്റ് 02 മേക്കിംഗ് ആൻ ആംഗിൾ 2π/3 വിത്ത് പോസിറ്റീവ് x ആക്സിസ്. ഓൾസോ ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാരലൽ ടു ഇറ്റ് ക്രോസിംഗ് ദ y ആക്സിസ് അറ്റ് എ ഡിസ്റ്റൻസ് 2 യൂണിറ്റ്സ് ബിലോ ദ ഒറിജിൻ. അപ്പൊ നമുക്ക് അതൊന്ന് ചെയ്യാം. 13ാമത്തെ ക്വസ്റ്റ്യൻ, 13th ക്വസ്റ്റ്യൻ ചെയ്യാണ്. എന്താണ് 13th ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ 02 കൂടി പാസ് ചെയ്യണം ആൻഡ് മേക്കിംഗ് an ആംഗിൾ 2π/3 വിത്ത് പോസിറ്റീവ് x ആക്സിസ്. അപ്പം ഇതാണ് x ആക്സിസ്, y ആക്സിസ്. ഇത് x ആക്സിസ്, ഇത് y ആക്സിസ് കഴിച്ചോളൂ. അപ്പൊ 02 കൂടി പാസ് ചെയ്യണം. You have a line passing through 02. 02 പറഞ്ഞാൽ y ആക്സിസ് ആണ്. 2π/3 പറഞ്ഞാൽ ഉണ്ടാക്കുന്ന ആംഗിൾ 120 ഡിഗ്രി ആണ്. അപ്പൊ ഇതാണ് ആംഗിൾ. ഈ ആംഗിൾ 2π/3 ആണ്. ഈ പോയിന്റ് y ആക്സിലെ പോയിന്റ് ആണ് 02. അപ്പൊ ആദ്യം ആ ലൈനിന്റെ ഇക്വേഷൻ എന്താണെന്ന് ചോദ്യം. എന്താ ലൈനിന്റെ ഇക്വേഷൻ? ആദ്യം സ്ലോപ്പ് കാണാം. വാട്ട് ഇസ് ദ സ്ലോപ്പ്? സ്ലോപ്പ് m is equal to tan 2π/3 എന്ന് വെച്ചാൽ tan 120 ഡിഗ്രീസ്. 2π/3 പറഞ്ഞാൽ tan 120 ഡിഗ്രി ആണ്. tan 90 + 30. tan 90 + 30 is -cot 30 അല്ലെ? -cot 30. cot 30യുടെ വാല്യൂ എത്രയാ? -√3 അല്ലേ? അപ്പൊ എമ്മിന്റെ വാല്യൂ -√3 ആണ്. വാട്ട് ഇസ് ദ ഇക്വേഷൻ? Equation is y minus y1 equals m into x minus x1. ഇവിടെ ഇതാണ് പോയിന്റ് 02. അപ്പൊ x1 0 ആണ്, y1 2 ആണ്. Equation is y minus y1 equals m into x minus x1. What is the equation? y minus 2 equals -√3x or √3x plus y minus 2 equals 0. ഇതാണ് ഇക്വേഷൻ. ഇനി എന്താ ചോദ്യം? അതിൽ ആ ചോദ്യം ക്ലിയർ കഴിഞ്ഞിട്ടില്ല. ഇനി എന്താ ചോദ്യം? ഓൾസോ ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാരലൽ ടു ഇറ്റ് ആൻഡ് ക്രോസിംഗ് ദ y ആക്സിസ് അറ്റ് എ ഡിസ്റ്റൻസ് 2 യൂണിറ്റ്സ് ബിലോ ദ ഒറിജിൻ. അപ്പൊ ഇതിനോട് പാരലൽ ആയിട്ടുള്ള വര കാണണം. പാസിംഗ് ത്രൂ ദ പാരലൽ 2 യൂണിറ്റ്സ് ബിലോ ദ ഒറിജിൻ. ഈ 2 യൂണിറ്റ്സ് ബിലോ ദ ഒറിജിൻ എന്താണ്? ഒറിജിൻ അന്ന് 2 യൂണിറ്റ്സ് ബിലോ. ഇതാണ് ഈ പോയിന്റ് അല്ലെ? അപ്പം ഈ പാരലൽ ആവും വേണം. അപ്പൊ ഇതാണ് വര. ഷുഡ് ബി പാരലൽ. അപ്പൊ ഈ വരയുടെ ഇക്വേഷൻ എന്താണ് ചോദ്യം? ഇക്വേഷൻ ടു ലൈൻ പാരലൽ ടു ഇറ്റ് പാസിംഗ് ത്രൂ ക്രോസിംഗ് y ആക്സിസ് അറ്റ് 2 യൂണിറ്റ്സ് ബിലോ ദ ഒറിജിൻ. അപ്പൊ ഈ പോയിന്റ് എന്താ? 0, -2 ആണ്. 2 യൂണിറ്റ്സ് ബിലോ ദ ഒറിജിൻ. ഇത് 2 യൂണിറ്റ്സ് എബവ് ദ ഒറിജിൻ ആണ് അല്ലെ? അപ്പൊ വാട്ട് ഇസ് ദ ഇക്വേഷൻ? അപ്പൊ ഈ ലൈനും നോക്കൂ. ഈ ലൈനിന്റെ ഇക്വേഷൻ എന്താ കാണുക? ഇതിന്റെ സ്ലോപ്പ് തന്നെയാണ് ഇതിന്റെ സ്ലോപ്പ് ഉണ്ടാവുക. കാരണം പാരലൽ ലൈൻസ് ഹാവ് ഈക്വൽ സ്ലോപ്സ് അല്ലെ? പാരലൽ ലൈൻസ് ഈക്വൽ സ്ലോപ്സ് ആയിരിക്കും. അപ്പൊ വാട്ട് ഇസ് ദ ഇക്വേഷൻ? y minus y. അപ്പൊ ഈ ലൈനിന്റെ ഇക്വേഷൻ എന്തായിരിക്കും മക്കളെ? ഇക്വേഷൻ ഇതിന്റെ സ്ലോപ്പ് തന്നെയാണ് ഇതിന്റെ സ്ലോപ്പ്. ഇതിന്റെ സ്ലോപ്പ് എന്താ? -√3. അപ്പൊ ഇതിന്റെ സ്ലോപ്പും -√3 ആണ്. Parallel lines have equal slopes. But what is the equation to this green line?
It is y minus y1. Y minus minus 2 equals m into x minus x1. For simplifying, y plus 2 is equal to minus root 3x. For simplifying, root 3x plus y or 2 root 2 alla. Y plus 2 about root 3x plus y plus 2 is equal to 0. That's the equation. That's the green line equation. അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലായോ? ഈ ലൈനും ഈ ലൈനും തമ്മിലൊരു വ്യത്യാസം മനസ്സിലായോ? ഈ ലൈൻ ഈ ലൈനും ഈ ലൈനും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. ഇതും ഇതും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. എന്താ വ്യത്യാസം? They are differing only by a constant. കണ്ടോ? root 3x plus y minus 2 equals 0. root 3x plus y plus 2 equals 0. അപ്പോൾ അവിടെ നമ്മളൊരു കാര്യം മനസ്സിലായി. എന്താ? പാരലൽ ലൈൻസിന്റെ ഇക്വേഷൻ ഡിഫർ ഓൺലി ബൈ എ കോൺസ്റ്റന്റ്. അപ്പോൾ അവിടെ നോട്ടായിട്ടൊരു കാര്യം നോട്ട് ചെയ്യാം. എന്താ നോട്ട്? നോട്ട് എന്താ? This is a very important note. എന്താണ്? Parallel equations to parallel lines. Equations to parallel lines differ only by a constant. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? That is ax plus by plus c. ax plus by plus c equal to 0 line ആണെങ്കിൽ the line parallel to it is ax plus by plus c dash equals 0. അങ്ങനെ എഴുതാനാണ്. ax plus by plus c equals 0 ന് പാരലൽ ആയിട്ടുള്ള ലൈനിന്റെ പേര് ax plus by plus c dash equals 0 എന്ന് പറയാനാണ്. ഓക്കെ, അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടെത്തലാണ്. അപ്പം നമുക്കൊരു നോട്ട് പറയാം. എന്താ നോട്ട്? നോട്ട് നമ്പർ 1. എന്താ നോട്ട്? സപ്പോസ് യു ഹാവ് എ ലൈൻ ലൈക്ക് ദിസ് a1x plus b1y plus c1 equals 0. വേറൊരു ലൈൻ ഉണ്ട് a2x plus b2y plus c2 equal to 0. ഇത് രണ്ട് ലൈൻ ഉണ്ട് ചോളൂ. ഇത് പാരലൽ ആവുക എപ്പോഴാണ്? എപ്പോഴാണ് ഇത് പാരലൽ ആവുക? ആർ പാരലൽ എപ്പോഴാണ് ഈ രണ്ട് ലൈൻസ് പാരലൽ ആവുക? ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഈ രണ്ട് ലൈൻസ് പാരലൽ ആവുക ഇതിന്റെ സ്ലോപ്സ് സെയിം ആവുകയാണ്. അപ്പോൾ ഇതിന്റെ സ്ലോപ്പ് എന്താ? മൈനസ് a1 ബൈ b1 ആണ്. ഇതിന്റെ സ്ലോപ്പ് മൈനസ് a2 ബൈ b2 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ലൈനിന്റെ സ്ലോപ്പ് കാണണമെങ്കിൽ y ഈക്വൽസ് mx പ്ലസ് c ഫോമിൽ എഴുതാം. അപ്പോൾ a1x പ്ലസ് b1y പ്ലസ് c1 ഇക്വേഷൻ എഴുതാം. b1y ഇസ് ഇക്വൽ ടു മൈനസ് a1x മൈനസ് c1 എഴുതിയിട്ട് വൈയുടെ വാല്യൂ എന്താ? മൈനസ് a1 ബൈ b1 ഇൻറ്റു എക്സ് മൈനസ് c1 ബൈ b1 വരും. അപ്പോൾ ഇതിന്റെ സ്ലോപ്പ് എന്താ? മൈനസ് a1 ബൈ b1 ആണ്. എന്ന് വെച്ചാൽ slope of any line is minus coefficient of x divided by coefficient of y. ഇതൊരു കൺസെപ്റ്റ് ആണ്. അപ്പൊ ഈ ലൈൻ രണ്ട് ലൈൻ പാരലൽ ആവുക എപ്പോഴാണ്? മൈനസ് a1 ബൈ b1ഉം അതാണ് ആദ്യത്തെ ലൈനിന്റെ സ്ലോപ്പ്. രണ്ടാമത്തെ ലൈനിന്റെ സ്ലോപ്പ് എന്താ? മൈനസ് a2 ബൈ b2 സെയിം ആവാം. അപ്പോൾ ഈ മൈനസും മൈനസും വെട്ടിപ്പോവും. ഈ a1 അവിടെ വെച്ചിട്ട് a2നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ a1 ബൈ a2ഉം b1 ബൈ b2ഉം ഈക്വൽ ആയാൽ മതി. അപ്പോൾ ഇതാണ് കണ്ടീഷൻ. ഇഫ് a1 ബൈ a2 ഇസ് ഈക്വൽ ടു b1 ബൈ b2. ഈ റിസൾട്ട് ഉറപ്പായിട്ടും പഠിക്കണം. രണ്ട് ലൈൻസ് പാരലൽ ആവുക a1 നത്തിങ് ഇസ് സെഡ് അബൌട്ട് c1 ആൻഡ് c2. ഓക്കെ, അപ്പോൾ a1 ബൈ a2 is equal to b1 by b2 not equal to c1 by c2 ആയാൽ ഇത് not equal to c1 by c2 ആയാൽ എന്ത് പറയാം? പാരലൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് പറയാം.
എന്താ ഡിസ്റ്റിങ്ക്ട് പറഞ്ഞാൽ ശരിക്കും ഇങ്ങനെയാണ്. ആൻഡ് അവ A1/A2 is equal to B1/B2 is equal to C1/C2 ആയാലോ എന്താ സംഭവിക്കുക? A1/A2 B1 അപ്പൊ രണ്ട് ലൈൻസും ഒന്നാവും. ലൈൻസ് വിൽ ബി lines are same അല്ലെങ്കിൽ കോയിൻസിഡന്റ്. രണ്ട് ലൈൻസ് ഒന്നാവും. അപ്പൊ A1/A2 B1/B2 ഈക്വൽ ആവാം. അത് C1/C2നോട് ഈക്വൽ അല്ലെങ്കിൽ പാരലൽ ആൻഡ് ഡിസ്റ്റിങ്ക്ട് ആവും. A1/A2 B1/B2 C1/C2 ഈക്വൽ ആയാൽ ഐഡന്റിക്കൽ ആവും. ദിസ് ഇസ് പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, എപ്പോഴാണ് പെർപെൻഡിക്കുലർ ആവുക? പെർപെൻഡിക്കുലർ ഇഫ് എപ്പോഴാ? ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ -1 ആവും അല്ലേ? പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്സ് -1 ആവുമ്പോൾ അപ്പൊ അതായത് A1/A2 മൈനസ് A1/A2 ബൈ B1/B2 -1 ആവണം. അപ്പൊ A1/A2 പ്ലസ് B1/B2 0 ആവും. ഇപ്പോഴാണ് പെർപെൻഡിക്കുലർ ആവുക. ഈ രണ്ട് കണ്ടീഷൻസ് ഒന്ന് പഠിച്ചോളൂ മക്കളെ. A1/A2 is equal to B1/B2 not equal to C1/C2 ആയി ഡിസ്റ്റിങ്ക്ട് ആവും. A1/A2 is equal to B1/B2 is equal to C1/C2 ആയാൽ ഐഡന്റിക്കൽ ആവും. പിന്നെ A1/A2 ആ രണ്ട് സ്ലോപ്സും മൾട്ടിപ്ലൈ ചെയ്തിട്ട് -1 ആയാൽ ലൈൻസ് വിൽ ബി പെർപെൻഡിക്കുലർ. അത് ഓർത്താൽ നല്ലതാണ്, റൈറ്റ്? ഓക്കെ, ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. 14ാമത്തെ ചോദ്യം. The perpendicular from the origin to a line meets it at a point -2, 9. Find the equation of the line. The perpendicular from the origin to a line. അപ്പം ഒരു ലൈൻ ഉണ്ട്. ഇതാണ് y ആക്സിസ്. നമുക്കിത് y ആക്സിസ് ആയിട്ട് എടുക്കാം, x ആക്സിസ് ആയിട്ട് എടുക്കാം. ഇത് y ആക്സിസ് ആണ്, ഇത് x ആക്സിസ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്. യു ഹാവ് എ ലൈൻ ലൈക്ക് ദിസ് ആൻഡ് യു ഡ്രോ എ പെർപെൻഡിക്കുലർ. ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യാം ഇവിടുന്ന്. ലൈനാണ്, ലൈൻ സെഗ്മെന്റ് വെച്ചാൽ ലൈൻ സെഗ്മെന്റ് ഇസ് ഡ്രോൺ, പെർപെൻഡിക്കുലർ ഇസ് ഡ്രോൺ. ഇപ്പൊ ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. ഈ പോയിന്റ് തന്നിട്ടുണ്ട്. എ പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം ദ ഒറിജിൻ, എ പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം ദ ഒറിജിൻ ടു എ ലൈൻ മീറ്റ്സ് ഇറ്റ് അറ്റ് ദ പോയിന്റ് -2, 9. ഓ, അപ്പൊ ഇങ്ങനെയല്ലല്ലോ ചിത്രം. -2, 9 എന്ന് പറയുന്നത് ഇവിടെയല്ലേ? -2, 9 എന്ന് പറഞ്ഞാൽ ഇതാണ് ലൈൻ. ഇങ്ങനെയല്ലേ? -2, 9 എന്ന് പറയുമ്പം ഇവിടെയല്ലേ പോയിന്റ്? അപ്പൊ ഇങ്ങനെയാണ് ലൈൻ. അപ്പൊ നമ്മൾ പെർപെൻഡിക്കുലർ ഇങ്ങനെയാണ്. ഡ്രോയിങ് എ പെർപെൻഡിക്കുലർ. Perpendicular is drawn. A perpendicular from the origin. The origin ആണ്. To the line meets it at the point -2, 9. ഈ പോയിന്റ് -2, drawn to scale അല്ല. ഞാൻ സെക്കൻഡ് ക്വാർട്ടറിലാണ് പോയിന്റ് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു എന്നല്ലോ. 2, 9 ഇവിടെ എവിടെയായിരിക്കും. എനിവേ ലൈൻ അങ്ങനെയാണ്, -2, 9. അപ്പോൾ വാട്ട് ഇസ് ദ ഇക്വേഷൻ ടു ദ ലൈൻ? എന്താ ചെയ്യുക? ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ലൈനിന്റെ സ്ലോപ്പ് കാണാം. യു ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ. വാട്ട് ഇസ് ദ സ്ലോപ്പ് ഓഫ് പെർപെൻഡിക്കുലർ? ഇതിപ്പോൾ O ആണ്, ഇതിപ്പോൾ A ആണെങ്കിൽ വാട്ട് ഇസ് സ്ലോപ്പ് ഓഫ് OA? ഈ ലൈനിന്റെ സ്ലോപ്പ് കാണാം. ഒരു ലൈനിന്റെ സ്ലോപ്പ് എങ്ങനെയാണ് കാണാം മക്കളെ? ഡിഫറൻസ് ഇൻ y കോർഡിനേറ്റ് ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഇൻ x കോർഡിനേറ്റ്. അപ്പോൾ ഈ ലൈനിന്റെ സ്ലോപ്പ് കാണാൻ എങ്ങനെയാണ്? 9 - 0 ഡിവൈഡഡ് ബൈ -2 - 0. ഇതാണ് സ്ലോപ്പ്. അപ്പോൾ സ്ലോപ്പ് ഓഫ് OA -9/2 ആണ്. വാട്ട് ഇസ് സ്ലോപ്പ് ഓഫ് ദ ലൈൻ? വാട്ട് ഇസ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ? ഈ ആംഗിൾ 90 ഡിഗ്രി അല്ലേ? അപ്പൊ ഇതിന്റെ സ്ലോപ്പ് -2/9 ആണ്. അപ്പൊ ഈ ലൈനിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? നെഗറ്റീവ് റെസിപ്രോക്കൽ 9/2 ആയിരിക്കും. സ്ലോപ്പ് ഓഫ് ദ ലൈൻ ഇസ് ഈക്വൽ ടു 9/2. അപ്പോൾ ഒരു ലൈനിന്റെ ഇക്വേഷൻ കാണണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. എന്തൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ? സ്ലോപ്പും പോയിന്റും. അപ്പം ഇവിടെ സ്ലോപ്പ് അറിയാം, പോയിന്റ് അറിയാം. അപ്പോൾ വാട്ട് ഇസ് ദ ഇക്വേഷൻ? ഇക്വേഷൻ ടു ദ ലൈൻ ഇസ് എന്താ? ഇക്വേഷൻ ലൈനിന്റെ ഫോർമുല
y minus y1 equals m into x minus x1. അപ്പോൾ ഇവിടെ x1 y1 ഇതാണ് പോയിന്റ്, സ്ലോപ്പ് ഇതാണ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൻസർ ഇസ് y minus y1 equals m. m എത്രയാ? 9/2 into x minus x1. x minus x1. Minus 2 ആവുമ്പോൾ പ്ലസ് 2. അത് വൃത്തിയിലാക്കിയ ആൻസർ ആയി. That's answer. But 2y minus 18 is equal to 9x plus 18. അപ്പോൾ എന്താ വരിക? ആദ്യം എക്സ് ടേം എഴുതുക, പിന്നെ വൈ ടേം എഴുതുക, പിന്നെ കോൺസ്റ്റന്റ് ടേം എഴുതുക. അല്ലേ ആൻസർ? 9x minus 2y plus 18 equals 0. ഓക്കെ അല്ലേ മക്കളെ? ദാറ്റ്സ് ഓൾ. റെഡി ആണെന്ന് വിചാരിക്കണം. ഐ തിങ്ക് ഇറ്റ് ഇസ് ക്ലിയർ. അപ്പോൾ എപ്പോഴും ഈ പ്രോബ്ലത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഒരു ലൈനിൻ്റെ സ്ലോപ്പ് കാണണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ഒന്ന് പോയിന്റും സ്ലോപ്പും. ആൻഡ് യൂസ് എ ഫോർമുല y minus y1 equals m into x minus x1. അല്ലെങ്കിൽ y minus y1 equals y2 minus y1 by x2 minus x1 into x minus x1. ഓക്കെ, അപ്പോൾ അതാണ് ആ എക്സസൈസ്. ഇനി നമുക്ക് അടുത്ത എക്സസൈസ് നോക്കാം. 15ാമത്തെ ചോദ്യം. The length L in centimeters of a copper rod is a linear function of its Celsius temperature C. In an experiment, if L is equal to this and C is equal to this, C is equal to 20 and L is equal to 125.134 when C equals 110, express L in terms of C. ഇത് ആപ്ലിക്കേഷനാണ്, നമ്മളെ ലീനിയറിലെ ആപ്ലിക്കേഷനാണ്. ലീനിയർ ഫംഗ്ഷൻ ഇവിടെ പിടുത്തം അവിടെയാണ് പിടുത്തം. കണ്ടോ, കണക്ഷൻ ലീനിയർ ഫംഗ്ഷനാണ്. എല്ലും the length L function of its temperature C. അപ്പോൾ എല്ലും സിയും തമ്മിലാണ് ബന്ധം. എല്ലും സിയും തമ്മിലുള്ള ഒരു ലീനിയർ ഫംഗ്ഷനാണ്. 2/9 അല്ലേ സ്ലോപ്പ് ആണ്? 2/9 ആണ് സ്ലോപ്പ്. 2/9 ആണല്ലോ സ്ലോപ്പ്. ഞാൻ 2/9 എഴുതിയത്. ഓ 9/2 എഴുതി അല്ലേ? ഓ സോറി 2/9 സ്ലോപ്പ്. താങ്ക് യു മക്കളെ, താങ്ക് യു. തെറ്റിപ്പോയതാ. 2/9 സ്ലോപ്പ്. നെഗറ്റീവ് റെസിപ്രോക്കൽ. ഇക്വേഷൻ വിൽ ബി 2/9. എനിക്ക് തെറ്റിയതാണ്. നെഗറ്റീവ് റെസിപ്രോക്കൽ. M1 M2 -1 ആണ് നെഗറ്റീവ് റെസിപ്രോക്കൽ. അനുഗ്രഹ താങ്ക് യു. അർജുൻ കൃഷ്ണ താങ്ക് യു. അപ്പോൾ ഇക്വേഷൻ 9y minus 81 is equal to 2x plus 4. Equation 2x minus 9y എല്ലാത്തിനും അങ്ങോട്ട് കൊണ്ടുപോകാം പ്ലസ് 85 is equal to 0. ഇതാണ് ഇക്വേഷൻ. 2x minus 9y plus 85 equals. ഓക്കെ, ഒന്നുമില്ലേ, ഈ സ്ലോപ്പ് കാണാൻ അതിൻ്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ ലൈൻ സ്ലോപ്പ്. നെഗറ്റീവ് റെസിപ്രോക്കൽ തെറ്റിപ്പോയതായിരിക്കും, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. റൈറ്റ്, ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ പരീക്ഷയ്ക്ക് കുഴപ്പമാണ്, അങ്ങനെ തെറ്റാൻ പാടില്ല. കുഴപ്പമില്ല. അടുത്ത് എൽ ആൻഡ് സി. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എൽ ആൻഡ് സി. ലെങ്ത് എല്ലും സിയും തമ്മിലുള്ള ബന്ധം ലീനിയർ ആണ് തന്നിട്ടുണ്ട്. ലീനിയർ ആണെങ്കിൽ എന്താവും? അതിന്റെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അല്ലേ? ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. എല്ലും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാം. ഇങ്ങനെ ഒരു ലൈൻ, യു ഡ്രോ എ ലൈൻ. ലൈനാണ്. ലൈൻ ഇസ് എല്ല് ലൈൻ അല്ലേ? ഇനി എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? In an experiment, if L is 124.92 when C equals 20. അപ്പോൾ നോക്കൂ, L എക്സ് കോർഡിനേറ്റ് ആണ്, C വൈ കോർഡിനേറ്റ് ആണ്. അപ്പോൾ സപ്പോസ് L ഡിനോട്ട്സ് എക്സ് കോർഡിനേറ്റ് ആൻഡ് C ഡിനോട്ട്സ് വൈ കോർഡിനേറ്റ്. അങ്ങനെ വിചാരിച്ചോളൂ. എല്ലും സിയും തമ്മിലുള്ള ബന്ധമാണല്ലോ. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. ആദ്യം L ആയിക്കോട്ടെ, പിന്നെ C ആയിക്കോട്ടെ. അപ്പോൾ ഈ പോയിന്റ് L is 124.942 കോമ സിയുടെ കോർഡിനേറ്റ്. ആദ്യത്തെ എക്സ് കോർഡിനേറ്റ് എൽ ആയി വെച്ചോളൂ. വൈ കോർഡിനേറ്റ് L സ്റ്റാൻഡ്സ് ഫോർ എക്സ്, ഇത് എക്സ് ആയിട്ട് വെച്ചോളൂ. ആൻഡ് C സ്റ്റാൻഡ്സ് ഫോർ വൈ എന്ന് വെച്ചോളൂ. അപ്പം ഓർഡർ പേര് എടുത്താൽ 124.942 പോയിന്റ്, സിയുടെ വാല്യൂ 20 ആണ്. ഇതാണ് ഒരു പോയിന്റ്. ഇനി മറ്റേ പോയിന്റ് എന്താ? ഇവിടെ വേറൊരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റ് എന്താ? And L equals 125.134. This is 125.134. Comma C equals 110.
അപ്പോൾ ഈ 2 പോയിന്റിൽ കൂടി ഒരു ലൈൻ പാസ് ചെയ്യണം. അപ്പോൾ ആ ലൈനിൻ്റെ ഇക്വേഷൻ കാണാം. യു ഫൈൻഡ് ദ ഇക്വേഷൻ ടു ദാറ്റ് ലൈൻ. ആ ലൈൻ ഇസ് പാസിംഗ് ത്രൂ 2 പോയിന്റ്സ്. We get a relation connecting L and S. അപ്പോൾ suppose L stands for X. Xും Yയും ആണ് L വെച്ചോളൂ. ഇതാണ് L, ഇതാണ് C വെച്ചോളൂ. ഓക്കെ. അപ്പോൾ വാട്ട് ഇസ് ദ ഇക്വേഷൻ? എക്സും വൈയും തമ്മിലെ ബന്ധം എന്താണെന്ന് നോക്കാം. വാട്ട് ഇസ് ദ സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ? സ്ലോപ്പ് എന്താ മക്കളെ? സ്ലോപ്പ് ഡിഫറൻസ് ഇൻ y coordinate ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഇൻ x coordinate. 110 minus 20. y2 minus y1 by x2 minus x1. Subtract എന്താ കിട്ടുക? What is the value? 125.134 minus 124.942. സബ്ട്രാക്ട് ചെയ്യാം. 2 ഇവിടെ എത്ര ഉണ്ടാവാം? 9 അല്ലേ? ഇവിടെ 0 ഉണ്ടാവും, 1 ഇവിടെ 4 ഉണ്ടാവും. ദാറ്റ്സ് ഓൾ. ഐ തിങ്ക് ദ ആൻസർ ഇസ് 0.194 അല്ലേ? 4 13 carry 1 9 plus 1 10 0 ശരി 0.194. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. എത്രയാ? 90 അല്ലേ? 90 by 0.192. ഇതാണ് സ്ലോപ്പ്. Now what is the equation? Equation to the line എന്താ? Therefore equation to the line എന്താ? y minus y1 equals m into x minus x1. For y minus y1, you can take this as x1 y1, this as x2 y2. ഇത് നമുക്ക് x1 y1 ആയിട്ട് എടുക്കാം, ഇത് x2 y2 ആയിട്ട് എടുക്കാം. What is y minus y1? y minus 20 is equal to m. m എത്രയാ? ഇതാ 90 divided by 0.192 into x minus x1. x1ന്റെ വാല്യൂ നമുക്കിലെ 124.942. ഇതാണ് ഈ സ്ട്രേറ്റ് ലൈൻസിന്റെ ഒരു ആപ്ലിക്കേഷൻ. ഇതാണ് ഇക്വേഷൻ അല്ലേ? അപ്പോൾ y ആണ്, y സ്റ്റാൻഡ്സ് ഫോർ c ആൻഡ് x സ്റ്റാൻഡ്സ് ഫോർ l. അപ്പോൾ വേണമെങ്കിൽ എന്തെഴുതാം? ഇതാണ് റിലേഷൻ. the y ആണ് c. അപ്പോൾ c minus 20 is equal to 90 divided by 0.192 into x stands for l. ഇതാണ് റിലേഷൻ. ഇനി എന്താ ചോദ്യം? എക്സ്പ്രസ് എൽ ഇൻ ടേംസ് ഓഫ് സി എന്ന ചോദ്യം അല്ലേ? എന്താ ചോദ്യം? എക്സ്പ്രസ് എൽ ഇൻ ടേംസ് ഓഫ് സി. എൽ ഷുഡ് ബി റിട്ടൺ ഇൻ ടേംസ് ഓഫ് സി. ഓ, എൽ ഇൻ ടേംസ് ഓഫ് സി വേണം. എക്സ്പ്രസ് എൽ ഇൻ ടേംസ് ഓഫ് സി. അപ്പൊ എൽ ഈക്വൽസ് ടു സംതിങ് ഓഫ് സി ആക്കി എഴുതാം. എങ്ങനെ എഴുതാം? എക്സ്പ്രസ് എൽ ഇൻ ടേംസ് ഓഫ് സി വേണമെങ്കിൽ എഴുതാം. But c minus 20 is equal to 90 by 0.192 into L minus 124.942. ഇനി ഇതിന് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ എന്ത് കിട്ടും? എൽ മൈനസ് 124.942 ഇസ് ഈക്വൽ ടു എന്താ? ഇതിന് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 0.192 ഡിവൈഡഡ് ബൈ 90 ഇൻറ്റു സി മൈനസ് 20. വാട്ട് ഈസ് എൽ? നമ്മളോട് ചോദിച്ചാൽ യു റൈറ്റ് എൽ ഇൻ ടേംസ് ഓഫ് സി എന്ന് പറഞ്ഞു. അപ്പോൾ എൽ ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 124.942 plus 0.192 divided by 90 into c minus 20. ഇതാണ് ആൻസർ. വേണമെങ്കിൽ അത് വൃത്തിയിൽ എഴുതാം, ഇങ്ങനെ എഴുതിയാൽ മതി. ഇവിടെ ചോദിക്കുക എന്താ അറിയോ? ഇങ്ങനെ ചോദിക്കാം. ഒരു പ്രത്യേക സി ആവുമ്പോൾ വാട്ട് ഈസ് എൽ ചോദിക്കാം.
സിക്ക് ഒരു പ്രത്യേക വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എല്ലിൻ്റെ വാല്യൂ. അതിനാണ് ഈ കാര്യം. രണ്ട് ഇനീഷ്യൽ കണ്ടീഷൻസ്, രണ്ട് കണ്ടീഷൻസ് തന്നാൽ അത് തമ്മിലുള്ള ബന്ധം കിട്ടും. ബന്ധം കിട്ടിയാൽ ഫോർ എ പെർട്ടിക്കുലർ വാല്യൂ ഓഫ് സി യു കൻ എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് എൽ ആൻഡ് വൈസ് വേഴ്സ. ഇപ്പം എല്ലിനെ സിയുടെ ടേമിൽ എഴുതിയാൽ സിക്ക് ഒരു പ്രത്യേക വാല്യൂ വേണമെങ്കിൽ എല്ലിൻ്റെ വാല്യൂ എന്താ ചോദിക്കാം. അപ്പോൾ സീനെ എല്ലിൻ്റെ ടേമിൽ എഴുതിയാൽ എല്ലിൻ്റെ പ്രത്യേക വാല്യൂ ആകുമ്പോൾ സിയുടെ വാല്യൂ എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ അതാണ് ആ ക്വസ്റ്റിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇത് ചോദിക്കുന്ന ഈ സ്റ്റേറ്റ് എക്സാമിനേഷനൊക്കെ ചോദിക്കാറുണ്ട് ഈ ക്വസ്റ്റ്യൻ കേട്ടോ. സിമ്പിളാണ്, എല്ലും സിയും തമ്മിൽ ബന്ധം ഉണ്ടാക്കിയാൽ മതി. എന്താ അടുത്ത ചോദ്യം? 16ാമത്തെ. ദ ഓണർ ഓഫ് എ മിൽക്ക് സ്റ്റോർ ഫൈൻഡ്സ് that he can sell 980 liters of milk each week at 14 rupees per liter and 1220 liters of milk each week at rupees of 16 per liter. അപ്പം അയാളുടെ വിചാരമാണ് ഓരോ ആഴ്ച ഇത് 980 ലിറ്റേഴ്സ് അയാൾക്ക് 14 റുപ്യക്ക് വിൽക്കാൻ പറ്റും. പിന്നെ 1220 ലിറ്റർ 16 റുപ്യക്ക് വിൽക്കാൻ പറ്റും. അസ്യൂമി എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെല്ലിംഗ് പ്രൈസ് ആൻഡ് ഡിമാൻഡ്. സെല്ലിംഗ് പ്രൈസും ഡിമാൻഡും തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ ഹൗ മെനി ലിറ്റേഴ്സ് ഹി ഷുഡ് സെൽ വീക്ക്ലി അറ്റ് 17 റുപ്പീസ് പെർ ലിറ്റർ. അപ്പം ഇതാണ് 980 ലിറ്റേഴ്സ് ഈച്ച് വീക്ക് അറ്റ് 14 റുപ്പീസ് പെർ ലിറ്റർ. സെല്ലിംഗ് പ്രൈസ് ആൻഡ് ഡിമാൻഡ്. ഡിമാൻഡാണ് കാശ്, സെല്ലിംഗ് പ്രൈസ് ആണ് വില, ക്വാണ്ടിറ്റി. സെല്ലിംഗ് പ്രൈസ് ഇതാണ് ഡിമാൻഡ്, ഇതാണ് സെല്ലിംഗ് പ്രൈസ്. അപ്പം ഇത് സെല്ലിംഗ് പ്രൈസ് ആണ്, SP ആണ്. ഇത് ഡിമാൻഡാണ്. അതേപോലെ ഇത് SP ആണ്, ഇത് ഡിമാൻഡാണ്. അത്രയേ ഉള്ളൂ. വലിയ സെല്ലിംഗ് പ്രൈസും ഡിമാൻഡും തമ്മിൽ ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ വാട്ട് ഈസ് ദ കണക്ഷൻ ബിറ്റ്വീൻ ദാറ്റ്? അങ്ങനെയാണെങ്കിൽ ഫോർ എ റുപ്പീസ് 17 ലിറ്ററിന് എത്ര ഡിമാൻഡ് ഉണ്ടാവും എന്നാ ചോദ്യം. എത്ര ലിറ്റേഴ്സ് ഡിമാൻഡ് ഉണ്ടാവും എന്നാ ചോദ്യം. അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. ഇത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട. സെല്ലിംഗ് പ്രൈസ്, ഡിമാൻഡ്, രണ്ട് വേരിയബിൾസ് ആണുള്ളത്. അപ്പോൾ സെല്ലിംഗ് പ്രൈസിന് നമുക്ക് X ആയിട്ട് എടുത്തോളൂ, ഡിമാൻഡ് നമുക്ക് Y ആയിട്ട് എടുത്തോളൂ. അത് തിരിച്ച് എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സെല്ലിംഗ് പ്രൈസിന് Y ആയിട്ടും ഡിമാൻഡിന് X ആയിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല. റിലേഷൻഷിപ്പ് ലീനിയർ ആണ്. അപ്പോൾ എന്താ തന്നീന്? സെല്ലിംഗ് പ്രൈസ് 980 ആണെങ്കിൽ 14 രൂപയാണ്. അപ്പോൾ ഇവിടെ 980, ഇവിടെ 14 രൂപ. ഒരു കഥ. പിന്നെയോ 1200 ആണെങ്കിൽ 16 രൂപ, 1220 ആണെങ്കിൽ 16 രൂപ. എന്താ ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ എന്താ? 17 രൂപയാണെങ്കിൽ വാട്ട് ഇസ് എ ഡിമാൻഡ്? 17 രൂപയാണെങ്കിൽ വാട്ട് ഇസ് എ ഡിമാൻഡ്? ഇതാണ് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ മക്കളെ? ഞാൻ അങ്ങനെ കോഡിഫൈ ചെയ്തത് മനസ്സിലായോ? അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട് എന്ന് വിചാരിക്കാം, ലീനിയർ റിലേഷൻഷിപ്പ് ആണ്. അപ്പോൾ ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. എല്ലും എക്സും വൈയും തമ്മിൽ ബന്ധം എങ്ങനെയാണ്? അപ്പോൾ 2 പോയിന്റ് ഉണ്ട്. ഇതൊക്കെ 2 പോയിന്റ്. ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാക്കുക, ഇവിടെ ഒരു പോയിന്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പോയിന്റ് സപ്ലൈ ഡിമാൻഡ് ആണ്, ഇവിടെയും സപ്ലൈ ഡിമാൻഡ് ആണ്. ഓക്കെ, അപ്പോൾ സപ്ലൈ ആണ് X വെച്ചോളൂ. അപ്പോൾ ഇത് 980 ആണ്. ദിസ് ഇസ് 980. എങ്ങനെ വേണമെങ്കിൽ പറയാം. അവിടെ 980 പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. 980 ആണെങ്കിൽ 14 രൂപ. ഇവിടെയോ 1220 ആണെങ്കിൽ 17 രൂപ, 16 രൂപ. അപ്പോൾ ആ 2 പോയിന്റ്സ് കൂടി പാസ് ചെയ്യുന്ന ലൈനിന്റെ ഇക്വേഷൻ കാണാം. അപ്പോൾ അതായിരിക്കും ദ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സപ്ലൈ ആൻഡ് ഡിമാൻഡ്. റൈറ്റ്? എക്സും വൈയും തമ്മിലെ ബന്ധം അതാണ് സപ്ലൈയും ഡിമാൻഡും തമ്മിലെ ബന്ധം. സപ്ലൈയും ഡിമാൻഡും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ്, ലീനിയർലി ആണ്. ലീനിയർലി ആകുമ്പോൾ ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ, ഫസ്റ്റ് ഡിഗ്രി ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഈ ലൈൻ്റെ ഇക്വേഷൻ കാണാം. യു ജസ്റ്റ് ഇമാജിൻ ദാറ്റ് ദർ ഇസ് എ ലൈൻ പാസിംഗ് ത്രൂ 2 പോയിന്റ്സ്, x1 y1 and x2 y2. What is the equation? Y minus y1 equals y2 minus y1 by x2 minus x1 into x minus x1. അല്ലെങ്കിൽ സ്ലോപ്പ് ഉണ്ടാവും. അപ്പോൾ y minus y1 ഇതായിരിക്കും y minus y1 equals y2 minus y1. ഇത് y2 minus y1 16 minus 14.
divided by 1220 minus x2 minus x1, 980 into x minus x1. ഇതാണ് ബന്ധം. ഇതാണ് എക്സും വൈയും തമ്മിലുള്ള ബന്ധം. അല്ലേ? അത് വേണമെങ്കിൽ വൃത്തിയിലാക്കാം. ഇങ്ങനെ വൃത്തിയിലാക്കാം. ഇറ്റ് ഈസ് y മൈനസ്, വൈക്ക് പകരം ഡിമാൻഡ് എഴുതാം, കുഴപ്പമില്ല. അപ്പോൾ y മൈനസ് 14 ഇസ് ഈക്വൽ ടു, അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതിയാൽ വൈക്ക് പകരം ഡിമാൻഡ് എഴുതേണ്ട ആവശ്യമില്ല, y തന്നെ എഴുതിയാലും മതി. ഇവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് y ആണ് ഡിമാൻഡ്, എക്സ് ആണ് സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ 12, 2 ഡിവൈഡഡ് ബൈ ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പം 0, 4 ഉണ്ടാവും, 3 ഉണ്ടാവും, 4 വരും അല്ലേ? 0 ബാക്കി വന്ന് അല്ലല്ലോ, തെറ്റാണല്ലോ. 1220 980 സബ്ട്രാക്ട് ചെയ്ത് എന്താ കിട്ടുക? 0, 4, 1 ആകുമ്പം 2 അല്ലേ? 2, 0 ബാക്കി വന്ന് അതെ 2, 220 40 അല്ലേ? റെഡി അല്ലേ? 240 അല്ലേ? 10 12 240. അപ്പോൾ 1/120 വരും. ഇൻറ്റു വെട്ടാം, ഇൻറ്റു എക്സ് മൈനസ് 19. ഇതാണ് ഇക്വേഷൻ. വേണമെങ്കിൽ ഇത് വെട്ടാം, 1/120 എഴുതാം. അപ്പം 2/240. അപ്പോൾ ഇത് എന്താ ചോദ്യം? 17 ആണെങ്കിൽ, y17 ആണെങ്കിൽ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എക്സ് ആണ് ചോദ്യം. y17 ആണെങ്കിൽ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എക്സ്? y17 കൊടുക്കുക അവിടെ. അപ്പോൾ പുട്ട് y ഈക്വൽ 17. അപ്പോൾ എന്താ കിട്ടാം? 17 minus 14 is equal to 1/120 into x minus 980. ഇത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. എന്താ വാല്യൂ വരിക? അപ്പോൾ 17 minus 14 is 3 is equal to 1/120 into x minus 980. 120 എടുത്ത 360 അല്ലേ? അപ്പോൾ 360യുടെ വാല്യൂ ആണ് എക്സ് മൈനസ് 980. എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? 980 പ്ലസ് 360. എക്സ് ഇസ് ഈക്വൽ ടു കൂട്ടാം 14 ബാക്കി 1 13 ആണോ? ആക്ച്വലി 1340 അല്ലേ? ഇറ്റ് വിൽ ബി 1340. ബട്ട് ഡിമാൻഡ് വിൽ ബി 1340 liters. ഒന്നുമില്ല, റിലേഷൻഷിപ്പ് കാണാം. ഫോർ എ പർട്ടിക്കുലർ വാല്യൂ ഓഫ് എക്സ്, എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് വൈ, പ്രൊജക്ട് ദ വാല്യൂ ഓഫ് വൈ. അത്രയേ ഉള്ളൂ. പിന്നെ 17ാമത്തെ ചോദ്യം. PAB is a midpoint of the line segment between the axes. Show that the equation of the line is x by a plus y by b equals to. എങ്ങനെ ചെയ്യാം? 17ാമത്തെ ചോദ്യം. Question number 17. അതായത് ഇതാണ് ആക്സിസ്, y ആക്സിസ്, x ആക്സിസ്. എന്താ ചോദ്യം? യു ഹാവ് എ ലൈൻ, ഇതിന്റെ മിഡ് പോയിന്റ് എ ബി ആണ്, PAB. PAB is the midpoint of the line segment intercepted between the axes. അതാണ് ചോദ്യം. P is the midpoint of the line segment intercepted between the axes. Show that the equation of the line is x by a plus y by b equals 2. ഇതാണ് ക്വസ്റ്റ്യൻ. എന്താ ചെയ്യുക? ഇത് മിഡ് പോയിന്റ് ആണ്, ഈ പോയിന്റ് മിഡ് പോയിന്റ് ആണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് ആൽഫയാണെന്ന് വിചാരിക്കുക, ഇത് ബീറ്റയാണെന്ന് വിചാരിക്കുക. ഈ ലെങ്ത് എക്സ് ഇന്റർസെപ്റ്റ് ആൽഫയാണെന്ന് വിചാരിക്കുക, വൈ ഇന്റർസെപ്റ്റ് ബീറ്റ വെച്ചു. അപ്പൊ ഈ ലൈനിന്റെ ഇക്വേഷൻ എന്താ? ലെറ്റ് ആൽഫ ബി ദ എക്സ് ഇന്റർസെപ്റ്റ് and beta is the y-intercept of the line. അപ്പോൾ ഇത് ആൽഫയും ഇത് ബീറ്റ ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദ ഇന്റർസെപ്റ്റ്സ്, വാട്ട് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ? എക്സ് ബൈ എ ബൈ എക്സ് ബൈ ആൽഫ. അപ്പോൾ ഇക്വേഷൻ ഓഫ് ദ ലൈൻ എന്തായിരിക്കും? ഇത് എ നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഇത് എയും ഇത് ബിയും ആണെങ്കിൽ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽസ് 1 ആണ്. ഇവിടെ ഇത് ആൽഫയും ഇത് ബീറ്റയാണ്. അപ്പൊ ഇക്വേഷൻ എന്താ? എക്സ് ബൈ ആൽഫ പ്ലസ് വൈ ബൈ ബീറ്റ ഇസ് ഈക്വൽ ടു 1. ഇതാണ് ഇക്വേഷൻ അല്ലേ? എക്സ് ബൈ ആൽഫ പ്ലസ് വൈ ബൈ ബീറ്റ ഇസ് ഈക്വൽ ടു 1.
ഇനി എന്താ പറഞ്ഞാൽ ഈ ആൽഫേനെയും ബീറ്റേനെയും എ ബിയിലേക്ക് കണക്ട് ചെയ്യാം. ഇത് ആൽഫ ആണെങ്കിൽ ഈ പോയിന്റ് എന്താ മക്കളെ? ആൽഫ 0 ആണ്. ഈ പോയിന്റോ 0 ബീറ്റയാണ്. ഇനി ഈ പോയിന്റ് മിഡ് പോയിന്റ് ആണ്. അപ്പൊ ഈ രണ്ട് ലൈൻ സെഗ്മെന്റിന്റെ മിഡ് പോയിന്റ് ആണ് എ ബി. അപ്പൊ മിഡ് പോയിന്റ് എ ബി ആയതുകൊണ്ട് നമുക്ക് പറയാം. അപ്പൊ സിൻസ് പി ഇസ് ദ, ഇത് ഒരു കാണിച്ചോളൂ, ഇത് എ ആണ്, ഇത് ബി ആച്ചോളൂ. സിൻസ് പി ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി, മിഡ് പോയിന്റ് ആയതുകൊണ്ട് ആൽഫ നമുക്കറിയാലോ x1 + x2 / 2 ആയിരിക്കുമല്ലോ പിയുടെ എക്സ് കോർഡിനേറ്റ്. അപ്പൊ ആൽഫ +0 / 2 ആണ് എ. അതേപോലെ 0 + ബീറ്റ / 2 ആണ് പി. അതിൽ നിന്ന് ആൽഫയുടെ വാല്യൂ ബീറ്റയുടെ വാല്യൂ കിട്ടും. ആൽഫ / 2 എ ആണ്, ആൽഫ ഈസ് 2a. ബീറ്റ / 2 ബി ആണ്, അപ്പൊ ബീറ്റ ഈസ് 2b. അപ്പൊ നമുക്ക് ആൽഫയുടെ വാല്യൂ ബീറ്റയുടെ വാല്യൂ കിട്ടി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore the equation of the line is, അതായത് ഇത് ഇക്വേഷൻ നമ്പർ 1 ആച്ചോളൂ. Therefore equation 1 becomes എന്താവും? x/2a. ആൽഫയ്ക്ക് പകരം 2a കൊടുക്കാം. ഇവിടെ ആൽഫയ്ക്ക് പകരം 2a കൊടുക്കാം, ഇവിടെ ബീറ്റയ്ക്ക് പകരം 2a കൊടുക്കാം. ആൽഫ x/2a പ്ലസ് y/2b = 1. ഈ 2നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ therefore x/a plus y/b = 2. Hence a proof. അല്ലേ പ്രൂവ് ചെയ്യേണ്ടത്? x/a plus y/b = 2. അപ്പോൾ എ ബി മിഡ് പോയിന്റ് ഓഫ് ദ പോർഷൻ ഓഫ് ദ ലൈൻ സെഗ്മെന്റ് ഇന്റർസെക്ട് ബിറ്റ്വീൻ ദ ആക്സസ് ആണെങ്കിൽ ഇക്വേഷൻ ടു ദ ലൈൻ ഇസ് x/a plus y/b = 2 ആണ്. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ചോദ്യമാണ്. അപ്പൊ നമ്മൾ 17ാമത്തെ ചോദ്യം ചെയ്തു. 18ാമത് എന്താ? The point HK or HK divides the line segment between the axes in the ratio 1:2. Find the equation of the line. അതൊന്ന് ചിത്രം വരയ്ക്കൂ. 18ാമത് point RHK divides the line segment between the axes എന്ന x axis y axis in the ratio 1:2. Find the equation of the line. അപ്പോൾ ഇതാണ് y axis, ഇതാണ് x axis. And you have a line like this. എന്താ പറഞ്ഞ? എന്താണ്? The point RHK divides the line segment between the axes in the ratio 1:2. അപ്പൊ ഇത് x axis ആണ്. അപ്പൊ 1:2 എന്ന് പറയുമ്പോൾ ഡിഫോൾട്ട് ആയിട്ട് ആദ്യം പറയുന്നത് x ആക്സിസും പിന്നെ പറയുന്നത് y ആക്സിസും ആയിട്ട് വിചാരിച്ചോളാം. അപ്പോൾ RHK is a point on the line segment intersected with the axis in the ratio 1:2. എന്നാൽ ഈ ഭാഗം 1 ഉം ഈ ഭാഗം 2 ആണ്. അപ്പൊ ഇതാണ് RHK. X പാർട്ട് 1 ഉം ഈ പാർട്ട് 2 ആണ്. അത് എപ്പോഴും ഓർക്കുക കേട്ടോ. എക്സിന്റെ ഭാഗമാണ് ആദ്യം എടുക്കേണ്ടത്. 1:2 എന്ന് പറഞ്ഞാൽ എക്സ് ഭാഗമാണ് 1, എക്സിനോട് അടുത്തുള്ള ഭാഗമാണ് 1, വൈനോട് അടുത്തുള്ള ഭാഗമാണ് 2 എന്ന് വിചാരിക്കും. മനസ്സിലായ മക്കളെ? ഇതിന്റെ ഇരട്ടിയാണ് ഈ ലൈൻ സെഗ്മെന്റിന്റെ ഇരട്ടിയാണ് ഈ ലൈൻ സെഗ്മെന്റ് വിചാരിക്കുക 1:2. അപ്പൊ നിങ്ങൾ എന്താ അവിടെ ഉപയോഗിക്കേണ്ടത്? സെക്ഷൻ ഫോർമുല ഉപയോഗിക്കേണ്ടത് അല്ലേ? അപ്പൊ ഇത് ആൽഫ വിചാരിച്ചോളൂ, അല്ലെങ്കിൽ ഇത് എ ആണെന്ന് വിചാരിച്ചോളൂ, ഇത് ബി ആണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ ലെറ്റ് എ ബി ദ എക്സ് ഇന്റർസെപ്റ്റ്. ലെറ്റ് എ ഈസ് ദ എക്സ് ഇന്റർസെപ്റ്റ്. Let and B is the y intercept. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ആൽഫ എടുക്കാൻ കാരണം ഓൾറെഡി അവിടെ എ ബി എടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് സാധാരണ ഡിഫോൾട്ട് ആയിട്ട് എക്സ് ഇന്റർസെപ്റ്റ് എയും വൈ ഇന്റർസെപ്റ്റ് ബി ആയിട്ട് എടുക്കുന്നത് എപ്പോഴും നല്ലത്. അപ്പോൾ ഇത് എക്സ് ഇന്റർസെപ്റ്റ്, ബി ഇസ് എ വൈ ഇന്റർസെപ്റ്റ്. ബി ഇസ് എ വൈ ഇന്റർസെപ്റ്റ്. അപ്പോൾ എക്സ് ഇന്റർസെപ്റ്റ് എയും ബി വൈ ഇന്റർസെപ്റ്റും ആണെങ്കിൽ ഈ പോയിന്റ് എന്തായിരിക്കും? അപ്പോൾ ആ ലൈൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? Therefore equation to the line എന്തായിരിക്കും? x/a plus y/b = 1 ആണ്. എക്സ് ഇന്റർസെപ്റ്റ് എയും വൈ ഇന്റർസെപ്റ്റ് ബിയും ആണെങ്കിൽ ഇക്വേഷൻ ടു ദ ലൈൻ വിൽ ബി
x by a plus y by b is equal to 1. അത് ഓർക്കുക, ഇന്റർസെപ്റ്റ് ഫോം ഓഫ് എ ലൈൻ. എക്സ് ഇന്റർസെപ്റ്റ് എയും വൈ ഇന്റർസെപ്റ്റ് ബിയും ആണെങ്കിൽ ഇക്വേഷൻസ് എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി, അത് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഓക്കെ, അപ്പൊ ഇത് 1:2. അപ്പൊ ഈ പോയിന്റ് എന്തായിരിക്കും? ഇത് എ ആണെങ്കിൽ ഈ പോയിന്റ് A0 ആയിരിക്കും. എക്സ് കോർഡിനേറ്റ് എക്സ് ആക്സിന്റെ മുകളിൽ പോയിന്റ് അല്ലേ. ഈ പോയിന്റോ വൈ കോർഡിനേറ്റ് വൈ ആക്സിന് മുകളിലായിട്ട് എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും, വൈ കോർഡിനേറ്റ് ബി ആയിരിക്കും. ഇനി ഇവിടെ നിങ്ങൾ സെക്ഷൻ ഫോമുല ഉപയോഗിക്കാം. എയും ബിയും നമ്മൾ കൊണ്ടുവന്നാണ്. അപ്പോൾ യു ഹാവ് ടു റൈറ്റ് എ ആൻഡ് ബി ഇൻ ടേംസ് ഓഫ് എച്ച് ആൻഡ് കെ. പ്രോബ്ലത്തിൽ തന്നത് എച്ചും കെയും ആണ്. ഇവിടെ എയും ബിയും നമ്മൾ കൊണ്ടുവന്നാണ്. അപ്പോൾ യു ഹാവ് ടു റീറൈറ്റ്, യു ഹാവ് ടു എക്സ്പ്രസ് എ ആൻഡ് ബി ഇൻ ടേംസ് ഓഫ് എച്ച് ആൻഡ് കെ. എച്ചിലും കെയിലുമാണ് കണക്ക് ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? സെക്ഷൻ ഫോമുല ഉപയോഗിക്കാം. Can you write A and B in terms of H and K? നോക്കൂ, സെക്ഷൻ ഫോമുല ഉപയോഗിക്കാം. അറിയാലോ, mx2 പ്ലസ് nx1 ബൈ m പ്ലസ് n, അതാണ് സെക്ഷൻ ഫോമുല. അപ്പൊ ഇവിടുത്തെ 2 ആണ്. അപ്പൊ 2നെ നമുക്ക് 2 into A പ്ലസ് 1 into 0 ബൈ 2 plus 1, അതാണ് h അല്ലേ? അല്ലേ, ശരിയല്ലേ? What is h? Therefore, h is equal to, in the h in the value 2 into a, or 2a plus 1 into 0 by 1 plus 2. ഇതാണ് h. മനസ്സിലായോ മക്കളെ? അതേപോലെ k എടുത്താലോ 2 into 0 or k. But k will be 2 into 0, that is 0, plus 1 into b, that is b, by 2 plus 1, 3. അപ്പോൾ നമുക്ക് രണ്ട് കാര്യം കിട്ടി. എച്ചിൻ്റെ വാല്യൂ എന്താ? 2a by 3 ആണ്. ആൻഡ് കെയുടെ വാല്യൂ b by 3 ആണ്. അതൊന്ന് എയും ബിയും എച്ചിൻ്റെ ടേമിൽ എഴുതാം. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എ? Therefore, a is equal to 3h by 2. And what is the value of b? b is equal to 3k. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് ഇക്വേഷൻ നമ്പർ 1 ആണ്. അപ്പോൾ substituting a is equal to 3h by 2 and b is equal to 3k in 1. എന്താ നമ്മൾ എയും ബിയും കൊണ്ടുവന്നാണ്. അപ്പോൾ എയും ബിനെയും നമ്മൾ എച്ചിൻ്റെയും കെൻ്റെയും ടേമിൽ എഴുതണം അല്ലേ? അപ്പോൾ യു സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് എ ആൻഡ് ബി ഇൻ ദിസ്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 becomes what? എക്സ് ബൈ എക്ക് പകരം 3h by 2 പ്ലസ് y by 3k is equal to 1. അതാണ് ഇക്വേഷൻ. കുറച്ചുകൂടി വൃത്തിയിൽ എഴുതാൻ വേണമെങ്കിൽ എന്താ? 2x by 3h അല്ലെ 2x by h പ്ലസ് y by k is equal to 3 നാട്ടുണ്ടോ അല്ലെ? is equal to 3. ഇങ്ങനെ വേണമെങ്കിൽ പറയാം, കുഴപ്പമൊന്നുമില്ല. ദാറ്റ്സ് ഇക്വേഷൻ. അതാണ് 17ാമത്തെ ചോദ്യം അല്ലേ? ഇറ്റ് ഈസ് 17th ക്വസ്റ്റ്യൻ. അല്ല 17th അല്ല 18th ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ ലൈൻ. 19ാമത്തെ ചോദ്യം, യൂസിങ് ദ കൺസെപ്റ്റ് ഓഫ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പ്രൂവ് ദാറ്റ് ദ 3 points 3, 0, -2, -2 and 8, 2 are collinear points. അതായത് എത്രാമത്തെ ചോദ്യം നമ്മൾ ചെയ്യണേ? 19ാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 19. 3 പോയിന്റ്സ് വന്നിട്ട് 3, 0, -2, -2. 3, 0, -2, -2. പിന്നെ മറ്റേ പോയിന്റ് എന്നാ? 3, 0, -2, -2, 8, 2. 3 പോയിന്റ്സ് വന്നിട്ട് ഇത് യൂസിങ് ദ കൺസെപ്റ്റ് ഓഫ് ദ ലൈൻ എന്നാണ്. ശരിക്കും പറഞ്ഞാൽ 3 പോയിന്റ്സ് കൊളീനിയർ നമുക്ക് കുറേ രീതിയിൽ പറയാം. ഇങ്ങനെ പറയാം: ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ 0, പിന്നെ സ്ലോപ്പ്
ഉപയോഗിച്ച് ചെയ്യാം, പിന്നെ ഡിസ്റ്റൻസ് ഫോമിൽ ഉപയോഗിച്ച് ചെയ്യാം അല്ലേ, ഇതൊക്കെ ഉപയോഗിച്ച് ചെയ്യാം. നോക്കൂ, ഇതെങ്ങനെ ഡിസ്റ്റൻസ് ഫോമിൽ വെച്ച് കൊളീനിയർ ആണ് പ്രൊവൈഡഡ് ടു പ്രൂവ് ദാറ്റ് കൊളീനിയർ യൂസിങ് എന്താണ് ഇവിടെ ചോദ്യം, യൂസിങ് കൺസെപ്റ്റ് ഓഫ് സ്ട്രേറ്റ് ലൈൻസ്. കൺസെപ്റ്റ് ഓഫ് എന്താ ചോദ്യം, യൂസിങ് ദ കൺസെപ്റ്റ് ഓഫ് ഇക്വേഷൻ ഓഫ് എ ലൈൻ. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇത് പലപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്. അപ്പം ഞാൻ ആ ചോദ്യം കുറച്ചും കൂടി വിപുലീകരിച്ച് പറയാം. നമുക്ക് 3 പോയിന്റ്സ് തന്നാൽ എപ്പോഴാണ് കൊളീനിയർ എന്ന് പറയാം? When will you say 3 points are collinear? If they lie on a line. ഒരു ലൈനിൻ്റെ മുകളിൽ കിടക്കുമ്പോഴാണ് കൊളീനിയർ പറയുക. അപ്പം 3 പോയിന്റ്സ് കൊളീനിയർ എന്ന് പറയുന്നത് നമുക്ക് കുറേ രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഒന്ന്, മെത്തേഡ് 1 എന്താ കാണുക, എ ബി കാണുക, 3 ഒരേ വരയുടെ മുകളിൽ കിടന്നാൽ പറയും, 3 ഒരേ വരയുടെ മുകളിൽ കിടന്നാൽ മതി. അപ്പോൾ നമുക്ക് എല്ലാ വരയുടെയും ഇല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് ഡിസ്റ്റൻസ് ഫോമിൽ ഉപയോഗിച്ച് കാണാം, യൂസിങ് ഡിസ്റ്റൻസ് ഫോം. അപ്പോൾ എ ബി കാണുക, ബി സി കാണുക, എ സി കാണുക, എല്ലാ ലെങ്ത്തും കാണുക. ഇത് എ ആയിക്കോട്ടെ, ഇത് ബി ആയിക്കോട്ടെ, ഇത് സി ആയിക്കോട്ടെ. വാട്ട് ഇസ് എ ബി? ഈ ലെങ്ത് എന്ന് പറയൂ. എ ബി എന്താ? 3 - 2 5 25 പ്ലസ് 0 - 2 4 റൂട്ട്. അപ്പോൾ എ ബിയുടെ വാല്യൂ √29 ആണ്. എന്താ ബി സിയുടെ വാല്യൂ? 2 - 8 10 100 പ്ലസ് 2 - 2 4 16. അപ്പോൾ ബി സിയുടെ വാല്യൂ എന്താ? √116. ഇനി എ സിയുടെ വാല്യൂ എന്താ? അതാ എ സിയുടെ വാല്യൂ 8 - 3 5 25 പ്ലസ് 2 - 0 4 29. റെഡി അല്ലേ? √29. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 29 × 4 അല്ലേ ഇത്? ഇത് ആക്ച്വലി 2√29 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഏതെങ്കിലും 2 വശങ്ങൾ കൂട്ടിയാൽ, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എയും എ സിയും കൂടി കൂട്ടിയാൽ എ ബി കിട്ടും, അല്ല ബി സി കിട്ടും. അപ്പോൾ ഏതെങ്കിലും 2 ചെറിയ വശങ്ങൾ കൂട്ടിയാൽ വലിയ വശം കിട്ടുമെങ്കിൽ ആ പോയിന്റ്സ് കൊളീനിയറാണ്. This is how you use distance formula to show that 3 points are collinear, right? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. 3 പോയിന്റ്സ് കൊളീനിയർ ആണെന്ന് ഇങ്ങനെ ഡിസ്റ്റൻസ് ഫോമുല വെച്ച് ചെയ്യാം. You find all the lengths. അപ്പോൾ യൂസിങ് ഡിസ്റ്റൻസ് ഫോമുല ഷോ ദാറ്റ് the 3 points are collinear. ഇങ്ങനെയാണ് ചെയ്യാം. ഇനി യൂസിങ് ദ കൺസെപ്റ്റ് ഓഫ് സ്ലോപ്പ്. സ്ലോപ്പ് ഉപയോഗിച്ച് എങ്ങനെയാണ്? സ്ലോപ്പ് ഓഫ് എ ബി കാണാം. What is slope of AB? -2 - 0, that is -2, divided by -2 - 3, it is -5, is equal to 2/5. In the slope of BC, in the slope of BC, 2 - -2 4, 8 - -2 10, is also 2/5. For slope of AB is equal to slope of BC, hence the points are collinear, right? Our using slope, the slope of AB is equal to slope of BC. Our using the concept of slopes, we have proved that the points are collinear. മക്കളെ ഓരോ സമയത്ത് ഓരോ രീതിയിലാണ് ചോദിക്കാം. യൂസിങ് ഡിസ്റ്റൻസ് ഫോർമുല ഷോ ദാറ്റ് ദ പോയിന്റ്സ് ആർ കൊളീനിയർ, നമ്മൾ പ്രൂവ് ചെയ്തു. യൂസിങ് ദ കൺസെപ്റ്റ് ഓഫ് സ്ലോപ്സ് ഷോ ദാറ്റ് ദ പോയിന്റ്സ് ആർ കൊളീനിയർ. ഇങ്ങനെ ചെയ്യാം. എ ബിയുടെ സ്ലോപ്പ് കാണുക, ബി സിയുടെ സ്ലോപ്പ് കാണുക. സെയിം സ്ലോപ്പ് ആണെങ്കിൽ കൊളീനിയർ ആണ്. പിന്നെ യൂസിങ് ദ ഏരിയ, യൂസിങ് ദ കൺസെപ്റ്റ് ഓഫ് ഏരിയ ഷോ ദാറ്റ് ദ പോയിന്റ്സ് ആർ കൊളീനിയർ. എങ്ങനെ നിങ്ങൾ ചെയ്യാം? ഹൗ ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ? ഹാഫ് ഡിറ്റർമിനന്റ് x1 y1 1, x2 y2 1, x3 y3 1, അല്ലേ? by using the concept of area. What is area? Half determinant x1 y1 1, it is 3 0 1
It is -2, -2, 1. പിന്നെ 8, 2, 1. ഇത് ഇവാലുവേറ്റ് ചെയ്യാം. It is half into എന്താ കിട്ടുക? 3 into -2, -2, -4 plus 0 plus 1 into -2 plus 16, 14. അല്ലേ? അല്ല, -4 plus 16. അപ്പം 12. അപ്പോൾ it is -12 plus 12, 0. ഏരിയ ഈക്വൽ 0. ഏരിയ 0 ആയ പോയിന്റ്സ് കൊള്ളിനാണ്. അപ്പം ഞാൻ 3 രീതിയിൽ പോയിന്റ്സ് കൊള്ളിനാണ് പ്രൂവ് ചെയ്തു. ഒന്ന് ഡിസ്റ്റൻസ് ഫോർമുല, ഒന്ന് മിഡ് പോയിന്റ്, അല്ല ഡിസ്റ്റൻസ് ഫോം, പിന്നെ സെക്ഷൻ ഫോർമുല വെച്ച് ചെയ്യാട്ടോ. യു ക്യാൻ യൂസ് സെക്ഷൻ ഫോർമുല ഓൾസോ ടു ഷോ ദാറ്റ് ദ പോയിന്റ്സ് ആർ കൊള്ളിനെ. അപ്പോൾ ഒരുപാട് രീതിയിൽ സെക്ഷൻ ഫോർമുല വെച്ച് പോയിന്റ്സ് കൊള്ളിനെ പ്രൂവ് ചെയ്യാം. ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് സെക്ഷൻ ഫോർമുല അല്ല കൊള്ളിനെ പ്രൂവ് ചെയ്യാം. ഏരിയ ഓഫ് ദ ട്രയാങ്കിളിന്റെ പരിപാടി വെച്ചിട്ട് കൊള്ളിനെ പ്രൂവ് ചെയ്യാം. പിന്നെ എന്താ പറയുക, സ്ലോപ്പിന്റെ പരിപാടി വെച്ചിട്ട് പ്രൂവ് ചെയ്യാം. അപ്പം നമ്മളിവിടെ പറഞ്ഞത് അതല്ല. ഇവിടെ പറഞ്ഞത് എന്താണ്? യൂസിങ് ദ കൺസെപ്റ്റ് ഓഫ് ഇക്വേഷൻ ഓഫ് സ്ട്രേറ്റ് ലൈൻ ഷോ ദാറ്റ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? അപ്പം നമ്മൾ ഇതാണ് അപ്പം ചെയ്തത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകണം, ഇത് ചെയ്യാൻ പോകണം. യൂസിങ് ദ കൺസെപ്റ്റ് ഓഫ് സ്ട്രേറ്റ് ലൈൻ. എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഏതെങ്കിലും 2 ലൈൻസ്, ഏതെങ്കിലും 2 പോയിന്റ്സ് തമ്മിൽ യോജിപ്പിക്കുക. യു ഫൈൻഡ് ദ ഇക്വേഷൻ. വാട്ട് ഇസ് ദ ഇക്വേഷൻ ടു എ ബി? It is y minus y1 equals m. ABയുടെ സ്ലോപ്പ് നമ്മൾ കണ്ടു. What is the slope of AB? 2/5 ആണ്. Into x minus x1. ആദ്യം ഏതെങ്കിലും 2 പോയിന്റ്സ് യോജിപ്പിച്ചാൽ കിട്ടുന്ന ലൈനിന്റെ ഇക്വേഷൻ കാണാം. സ്ലോപ്പ് പോയിന്റ് ഫോം. y minus y1 equals y2 minus y1 by x2 minus x1 into x minus x1. അത് വൃത്തിയിൽ എഴുതാം. It is 5y is equal to 2x minus 6. എന്ത് കിട്ടും? 2x minus 5y minus 6 equal to 0. ഇതാണ് എ ബി എന്നുള്ള ലൈൻ്റെ ഇക്വേഷൻ. നിങ്ങൾ എന്ത് ചെയ്യുക? എടുക്കാത്ത പോയിന്റ് ഉണ്ടാവുമല്ലോ, നമ്മൾ എടുക്കാത്ത പോയിന്റ്, ഈ പോയിന്റ് ഇതിലുണ്ട് എന്ന് പ്രൂവ് ചെയ്യാം. ഈ പോയിന്റ് ഇതിലുണ്ട് എങ്ങനെ പ്രൂവ് ചെയ്യുക? ഈ പോയിന്റ് ഇതിൽ കൊടുത്തു നോക്കുക. സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ട്. അപ്പോൾ യു ചെക്ക് വെദർ ദ പോയിന്റ് സി ലൈസ് ഓൺ ദിസ് ലൈൻ ഓർ നോട്ട്. ഇങ്ങനെ ലൈൻ ചെയ്യുന്നുണ്ടോ മനസ്സിലാവുക? എക്സിന് പകരം 8ഉം വൈക്ക് പകരം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വർക്ക് ചെയ്യണമെങ്കിൽ കിടക്കുന്നുണ്ട്. നോക്കോ, യു പുട്ട് ദ വാല്യൂ എക്സ് ഈക്വൽസ് 8. അപ്പോൾ 2 into 8 minus 5 into വൈക്ക് പകരം 2 കൊടുക്കാം. ഇതിന്റെ വാല്യൂ എന്താ നോക്കാം. ഇതിന്റെ വാല്യൂ എന്താ? 8, 16, 16 6 പോയ 10, 10 minus 10 0 ആണ്. That means what? 8, 2 lies on equation number 1 ആച്ചോളൂ. 8, 2 lies on 1. Therefore, the 3 points are collinear. അപ്പോൾ കൊളീനിയറിന്റെ പരിപാടി അവർ പറഞ്ഞ മാതിരി തന്നെ ചെയ്യണം. Show that 3 points are collinear using the concept of line. അതപ്പോൾ നമ്മൾ ചെയ്ത്. The question can be asked in many ways. Show that the 3 points are collinear using distance formula. Show that the 3 points are collinear using section formula. Show that the 3 points are collinear using area of the triangle formula. Show that the area of the triangle, show that the points are collinear using slope concept. എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. അതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? റൈറ്റ്. 19ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇരുപതാമത്തെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പേ നമ്മളൊരു പ്രധാനമായിട്ടുള്ള ഒരു ഫോർമുല പഠിക്കുകയാണ്. ഹൗ ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ടു എ ലൈൻ. ഇത് വളരെ പ്രധാനമായിട്ടുള്ളൊരു ഫോർമുലയാണ്. നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടും കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. എന്താ ഫോർമുല? ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് വെച്ചോളൂ. സപ്പോസ് യു ഹാവ് എ പോയിന്റ് സേ x1 y1. x1 y1 ഈ ലൈനിലേക്കുള്ള ദൂരം എന്താണ് കാണുക? ഒരു ലൈനിലേക്കുള്ള ദൂരം.
അപ്പോൾ അത് കാണുന്നതിന് പകരം നമുക്ക് 2-3 ഫോമുല പഠിച്ചിട്ട് അങ്ങോട്ടേക്ക് വരാം. അതാണ് നല്ലത്. നമുക്ക് 2 ഫോമുലാസ് പഠിച്ചിട്ടാവാം. നമ്മൾ വേറൊരു ഫോമുല പഠിച്ചിട്ടില്ലേ മക്കളെ? ഒന്നാമത്തെ ഫോമുല, വാട്ട്സ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ to the line ax plus by plus c is equal to 0. ax plus by plus c equals 0ലേക്ക് ഒറിജിൻ എന്നുള്ള ദൂരം എന്താ നമ്മൾ കണ്ടില്ല. അതെങ്ങനെയാണ് നിങ്ങൾ കാണുക? ഏത് ഉപയോഗിച്ചിട്ടാ ചെയ്യുക? നോർമൽ ഫോം ഉപയോഗിച്ച്. ഞാൻ പറഞ്ഞു നോർമൽ ഫോമിന്റെ ഉദ്ദേശം എന്താ? വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് നോർമൽ ഫോം? To find the distance from the origin to the line. P. ഓർമ്മയില്ലേ? P. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ള ഓർമ്മയുണ്ടോ? How to find the distance from the origin to a line? എങ്ങനെയാണ് നമ്മൾ ചെയ്ത ഓർമ്മയുണ്ടോ? ax plus by plus c നെ നമുക്ക് is equal to minus c എന്ന് എഴുതാം. ഞാൻ ഡിസ്കസ് ചെയ്തത്. You divide left side as well as right side with root of a square plus b square. അപ്പോൾ a by root of a square plus b square into x plus b by root of a square plus b square into y is equal to minus c by root of a square plus b square. എന്തിനാ അങ്ങനെ എഴുതിയത് മനസ്സിലായോ? To compare this with normal form of a line. എന്താ normal form ഓർമ്മയുണ്ടോ? What is the normal form of a line? Normal form of a line is x cos alpha plus y sin alpha is equal to p. ഇതിൽ p പറയുന്നത് എന്താ മക്കളെ? What is p? Distance from the origin to the line. Origin ലൈനിലേക്കുള്ള ദൂരമാണ് p. അപ്പൊ ഇതിൽ p എന്തായിരിക്കും? നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്താണ്. ഞാൻ ഒന്നുകൂടി പറയാൻ കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. എന്താണ്? ഇതിന് പകരം ഞാൻ കോസ് ആൽഫ കൊടുക്കുകയാണ്. ഇതിന് പകരം കോസ് ആൽഫ കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ഇതെന്താവും? സൈൻ ആൽഫയാവും. ഓട്ടോമാറ്റിക്കലി സൈൻ ആൽഫയാവും. സോ ദാറ്റ് മൈനസ് സി ബൈ റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന്റെ മോഡുലസ് ആയിരിക്കും പി. അപ്പോൾ പിയുടെ വാല്യൂ എന്താ? മോഡുലസ് ഓഫ് മൈനസ് സി ബൈ അണ്ടർ റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അതുകൊണ്ടാണ് ax plus by plus c equals 0ന്റെ p എന്താ? മോഡുലസ് ഓഫ് മൈനസ് സി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയത്. ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ടു എ ലൈൻ. പർപ്പസ് ഓഫ് എക്സ് കോസ് ആൽഫ പ്ലസ് വൈ സൈൻ ആൽഫ ഈസ് ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ടു ദ ലൈൻ. മോഡുലസ് ഓഫ് മൈനസ് സി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അത് നമ്മൾ ഇന്നലെ കണ്ടാണ്. ഞാൻ ഒന്നുകൂടി പറയണം. ഇനി അതിൻ്റെ കൂടെ പഠിക്കേണ്ട ഒരു സാധനമുണ്ട്. എന്താ വെച്ചാൽ, സപ്പോസ് യു ഹാവ് എ ലൈൻ ലൈക്ക് ദിസ്. ഈ ലൈനിൻ്റെ പേര് നമുക്ക് പാരലൽ ആയിട്ടുള്ള 2 ലൈൻസ് പറയാം. പാരലൽ ആയിട്ടുള്ള 2 ലൈൻസ്. ഇങ്ങനെ കോപ്പി ചെയ്യാം. കോപ്പി ചെയ്യാൻ പറ്റില്ലല്ലോ. പോട്ടെ. യു ഹാവ് 2 ലൈൻസ്. 2 ലൈൻസ് ഇങ്ങനെ ഇടിച്ചോളൂ. സപ്പോസ് പാരലൽ തോന്നുന്നില്ലേ? ഇത് പാരലൽ തോന്നുന്നേ? അതെ, പാരലൽ. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഒറിജിൻ ചോദിച്ചോളൂ. സപ്പോസ് ഹിയർ യു ഹാവ് ഒറിജിൻ. അപ്പം ഈ കേസിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, ഒറിജിൻ്റെ ഒരേ സൈഡിലാണ്. അപ്പം ഈ ലൈനിൻ്റെ പേര് നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞു, 2 ലൈൻസ് പാരലാണ്. എന്താ സംഭവിക്കുക? അതിൻ്റെ സ്ലോപ്സ് സെയിം ആയിരിക്കും. അതിൻ്റെ ഇക്വേഷൻസിൻ്റെ സ്റ്റൈൽ എന്തായിരിക്കും? ഈ ലൈനിൻ്റെ ഇക്വേഷൻ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഇസിക്കൽ 0 ആണ് വിചാരിക്കുക. അപ്പോൾ ഈ ലൈനിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? You can write this in such a manner so that they differ only by a constant. C varies. Very good. ax plus, അപ്പോൾ അഥവാ വ്യത്യാസം ഇല്ലെങ്കിൽ അങ്ങനെ വ്യത്യാസപ്പെടുത്തിയിട്ട് എഴുതാൻ പറ്റും.
AX plus BY plus C dash is equal to 0. Parallel lines equations differ by a constant. അതായത് ഞാൻ എക്സാമ്പിൾ പറയാം. അതായത് ഇപ്പോൾ എക്സ് പ്ലസ് വൈ ഇസ് ഇക്വൽ ടു 5. ഇതിനോട് പാരലൽ ലൈൻ 2x പ്ലസ് 2y ഇസ് ഇക്വൽ ടു 25 എന്ന് പറഞ്ഞാൽ പാരലാണ്. പക്ഷേ ഇതിന് നമുക്ക് വൃത്തിയിൽ എഴുതാം. ഇതിനെങ്ങനെ എഴുതാം? എക്സ് പ്ലസ് വൈ മൈനസ് 5 ഇസ് ഇക്വൽ ടു 0. ഇതിനെങ്ങനെ എഴുതാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുക? എക്സ് പ്ലസ് വൈ മൈനസ് 25/2 ഇസ് ഇക്വൽ ടു 0. അതായത് അഥവാ അങ്ങനെ അല്ലെങ്കിൽ തന്നെ യു ക്യാൻ റീറൈറ്റ് ഇറ്റ് in such a manner so that they differ only by a constant. A parallel lines equations always can be written in such a manner so that they differ only by a constant. അത് ഓർക്കുക കേട്ടോ. പാരലൽ ലൈൻസിന്റെ ഇക്വേഷൻ നമ്മളൊരു എക്സാമ്പിൾ കണ്ടു കുറച്ച് മുമ്പേ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം കാണും. അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം കാണാം. രണ്ട് ദൂരം കാണാം. അപ്പൊ ഇവര് തമ്മിലുള്ള ദൂരം എന്തായിരിക്കും? ഇവര് തമ്മിലുള്ള ദൂരം എന്തായിരിക്കും? ഈ ഫുൾ ദൂരത്ത് നിന്ന് ഈ ദൂരം സബ്ട്രാക്ട് ചെയ്യാം അല്ലേ? അപ്പൊ ഒറിജിനുള്ള ദൂരം കാണാനുള്ള വകുപ്പുണ്ട്. അപ്പൊ വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു പാരലൽ ലൈൻസ്? നോക്കാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ് is equal to എങ്ങനെ പറയാം? ഫസ്റ്റ് ലൈൻ്റെ ഈ ദൂരം എത്രയാ? സി ബൈ റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി ബൈ ഇതിന്റെ ഈ ഫുൾ ദൂരം എത്രയാ? ശരിക്കും പറഞ്ഞാൽ ദൂരം എങ്ങനെയാ മക്കളെ പറയാം? ശരിക്കും പറഞ്ഞാൽ ദൂരം എങ്ങനെയാ പറയാം അല്ലേ? ഇത് ഒറിജിൻ ആണെങ്കിൽ ഇവിടുന്ന് ഇതുവരെയുള്ള ദൂരം എന്താ? ഇവിടുന്ന് ഇതുവരെയുള്ള ദൂരം മൈനസ് ഇതുവരെ ദൂരം അല്ലേ? ശരിയല്ലേ? ഇത് ഒ ആണെങ്കിൽ ഇത് ഒ ആണ്, ഇത് എ ആണ്, ഇത് ബി ആണെങ്കിൽ ഒ ബി എ ബി ആണ്. AB is a distance between the two lines. Distance between the two lines is AB. And what is AB? AB can be written as OB minus OA. OB minus OA. അപ്പോൾ OB പറഞ്ഞാൽ ഫുൾ ദൂരം അതാ സി മൈനസ് സി ബൈ റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. മറ്റേത് ഈ ദൂരം, ആ രണ്ട് ദൂരം കൂടി സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ ആക്ച്വലി സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സി ബൈ root a square plus b square minus c dash by root a square plus b square ന്റെ മോഡുലസ് ഇട്ടാല് സംഭവിക്കുക എന്താ വെച്ചാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇഫ് യു ടേക്ക് സി മൈനസ് സി ഡാഷ് ബൈ റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? ഇത് ഈ രണ്ട് ലൈൻസ് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഇതാണ് വൈ ആക്സിസ്, ഇതാണ് എക്സ് ആക്സിസ് ഉള്ളു. അപ്പം ഇങ്ങനൊരു ലൈൻ ഉണ്ട്. ഈ ലൈനിൻ്റെ പേര് എക്സ് പ്ലസ് വൈ ഇസ് മൈനസ് 1 = 0 വെച്ചോളൂ. ഇങ്ങനൊരു ലൈൻ ഉണ്ട്. ഇത് എക്സ് പ്ലസ് വൈ മൈനസ് 2 = 0 വെച്ചോളൂ. ഇത് രണ്ടും ഒറിജിൻ്റെ ഒരേ സൈഡിലായിരുന്നു. അപ്പം ഈ ദൂരം കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ദൂരത്തുനിന്ന് ഈ ദൂരം സബ്ട്രാക്ട് ചെയ്താൽ മതി. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെയാണ് വെച്ചോളൂ. ഒരു ലൈൻ ഇങ്ങനെയും ഒരു ലൈൻ ഇങ്ങനെയാണെങ്കിൽ ഈ ലൈൻ്റെ ഇക്വേഷൻ എക്സ് പ്ലസ് വൈ മൈനസ് 1 = 0 ആണെങ്കിൽ ഈ ലൈൻ്റെ ഇക്വേഷൻ എക്സ് പ്ലസ് വൈ പ്ലസ് 2 = 0 ആയിരിക്കും. അപ്പോൾ ആ കോൺസ്റ്റൻ്റ് ഒരേ സൈൻ ആണെങ്കിൽ ദേ വിൽ ലൈ ഓൺ ദ സെയിം സൈഡ്. കോൺസ്റ്റൻ്റ് ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ ദേ വിൽ ലൈ ഓൺ ദ ഐദർ സൈഡ് അല്ലേ? അപ്പോൾ ഈ കോൺസ്റ്റൻ്റ് ഒരേ സൈൻ ആണെങ്കിൽ ഒരേ സൈഡിലാവും. ഒരേ സൈഡിലാണെങ്കിൽ തമ്മിലുള്ള വ്യത്യാസമായിരിക്കും ദൂരം. കോൺസ്റ്റന്റ് ഐദർ സൈഡ് ആണെങ്കിൽ സം ആയിരിക്കും, അഡീഷൻ ആയിരിക്കും തമ്മിലുള്ള ദൂരം. അപ്പൊ അതുകൊണ്ട് ഈ ഫോർമുല വിൽ ടേക്ക് കെയർ ഓഫ് ദാറ്റ്. സിയും സി ഡാഷും ഒരേ സൈൻ ആണെങ്കിൽ ആക്ച്വൽ ആയിട്ടുള്ള ഡിഫറൻസ് ആണ് ഉണ്ടാവുക. സിയും സി ഡാഷും ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ ആക്ച്വലി എന്താ സംഭവിക്കുക? സം ആണ് വരിക. അപ്പൊ ദ ഫോർമുല വിൽ ബി സി മൈനസ് സി ഡാഷ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഒന്നുകൂടി ഞാൻ പറയാം. എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സിയും എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഡാഷ് = 0 രണ്ട് പാരലൽ ലൈൻസ് ആണ്. അവർ തമ്മിലുള്ള ദൂരം കാണണമെങ്കിൽ ഒറിജിനുള്ള ദൂരത്ത് 90 ഡിഗ്രി ആണ്. കണ്ടിട്ട് തോന്നില്ല, 90 ഡിഗ്രിയാണ്. അപ്പോൾ ഒരേ സൈഡിലാണെങ്കിൽ ഒറിജിൻ്റെ ഒരേ സൈഡിലാണെങ്കിൽ ആക്ച്വൽ ആയിട്ടുള്ള ഡിഫറൻസ് ആണ് കാണേണ്ടത്. ഒറിജിൻ്റെ ഐദർ സൈഡിലാണെങ്കിലോ ആക്ച്വൽ സം ആ വേണ്ടത്. കണ്ടോ, ഇവിടെ അപ്പുറത്തപ്പുറത്താണെങ്കിൽ ഈ ദൂരം പ്ലസ് ഈ ദൂരമാണ് വേണ്ടത്.
അപ്പം ഫോർമുല എങ്ങനെയാണ് വരിക? മോഡുലസ് ഓഫ് സി മൈനസ് സി ഡാഷ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എഴുതിയാൽ എന്താ വരിക? സിയും സി ഡാഷും ഒരേ സൈൻ ആണെങ്കിൽ ആക്ച്വൽ ആയിട്ടുള്ള സബ്ട്രാക്ഷൻ തന്നെയാണ് വരിക. സിയും സി ഡാഷും ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിലോ ആക്ച്വൽ എഡിഷൻ ആണ് വരിക. അപ്പോൾ ദാറ്റ് ഫോർമുല വിൽ ടേക്ക് കെയർ ഓഫ് ദാറ്റ് സിറ്റുവേഷൻ. അപ്പോൾ യു ഹാവ് ലേൺഡ് എ ഫോർമുല. വാട്ട് ഇസ് ദ ഫോർമുല? ഇതാണ് ഫോർമുല. എന്താ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ two parallel lines ax plus by plus c equals 0 and ax plus by plus c dash equals 0 is given by modulus of c minus c dash by under root a square plus b square. ഇത് കാണാതെ പഠിക്കണം. ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സിയും സി ഡാഷും ഒരേ സൈൻ ആണെങ്കിൽ ഒരേ സൈഡിലായിരിക്കും ആക്ച്വൽ സബ്ട്രാക്ഷൻ ആണ് നടക്കുക. ഒറിജിൻ എന്നുള്ള ദൂരത്തിന്റെ രണ്ട് സബ്ട്രാക്ഷൻ എടുക്കുക അല്ലേ? ഒരു ലൈനിലേക്ക് ഒറിജിനൽ ദൂരം, മറ്റേത് ഒറിജിനൽ ദൂരം സബ്ട്രാക്ട് ചെയ്യുക, തമ്മിലുള്ള ദൂരം കിട്ടും. മറ്റേ സിയും സി ഡാഷും ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ ഒരു ലൈൻ ഇപ്പുറത്താണെങ്കിൽ ഒരു ലൈൻ ഇപ്പുറത്തായിരിക്കും. അപ്പോൾ സി മൈനസ് സി ഡാഷ് എടുക്കുമ്പോൾ പ്ലസ് ആണ് ആക്ച്വലി വരിക. മനസ്സിലായോ? അപ്പോൾ ഈ ഫോർമുല മനസ്സിലായോ മക്കളെ? മോഡുലസ് ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ്. അപ്പോൾ നമ്മൾ രണ്ട് ഫോർമുല പഠിച്ചു. ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ടു എ ലൈൻ, മോഡുലസ് ഓഫ് മൈനസ് സി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ്, മോഡുലസ് ഓഫ് സി മൈനസ് സി ഡാഷ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഫോർമുല പഠിക്കണം. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ഫോർമുല. Distance between two parallel lines, modulus of c minus c dash by root of a square plus b square. അത് അപ്പുറത്തപ്പുറത്താണ് നോക്കുന്നത് വേണ്ട. ഒരു എക്സാമ്പിൾ ചെയ്യാം. നമുക്ക് എക്സാമ്പിൾ ചെയ്യാം. എക്സാമ്പിൾ, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് പ്ലസ് 2x പ്ലസ് 3y പ്ലസ് 10 ഈക്വൽ 0 ആൻഡ് 4x പ്ലസ് 6y മൈനസ് 5 ഈക്വൽ 0. ഇവർ തമ്മിലുള്ള ദൂരം, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ്. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസിലെ ഫോർമുല ഉപയോഗിക്കുമ്പം ഒരു കാര്യം നിർബന്ധമാണ്. എന്താ നിർബന്ധം? ദ ലൈൻസ് ഷുഡ് ബി റിട്ടൺ ഇൻ സച്ച് എ മാനർ സോ ദാറ്റ് ദ ഡിഫർ ഓൺലി ബൈ എ കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റിൽ മാത്രം വ്യത്യാസമുള്ള തക്ക രീതിയിൽ എഴുതിയിട്ടേ ഫോർമുല ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഒന്നുകിൽ ഇതിനെ രണ്ടോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഇതിനെ രണ്ടോട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇതിനെ രണ്ടോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് നല്ലത്. അപ്പോൾ യു റീറൈറ്റ് ദിസ് ഇൻ ദിസ് മാനർ. ഈ ലൈനെ വൃത്തിയിൽ എഴുതാം. എങ്ങനെയാ? 4x plus 3y plus 20 is equal to 0 and 4x plus 6y minus 5 equals 0. മനസ്സിലായോ? You write the lines in such a manner so that they differ only by a constant. അപ്പോൾ what is the distance എന്ന് പറയൂ. നിങ്ങൾ വേഗം ഒന്ന് പറയൂ ആൻസർ. It is c minus d dash. What is the distance? 20 minus 5. 20 plus 5 divided by root of a square plus b square. 4x plus 2x plus 6y. Plus 6y. About 36 mod. What is the distance? 25 divided by 40 ആണ്. അല്ല 50 അല്ലേ? 50 വേണമെങ്കിൽ നമുക്ക് എഴുതാം. 2√5 എഴുതാം അല്ലേ? അല്ല 5 root. അപ്പോൾ വാട്ട് ദ ഡിസ്റ്റൻസ്? 5/√. അല്ലേ? ഡിസ്റ്റൻസ് ഇസ് 5/√. ആണ് ആരോൺ ശരിയാണല്ലോ. 5/√2 അല്ലേ ഡിസ്റ്റൻസ്? അതെ, 5/√2. ക്ലിയർ അല്ലേ? അപ്പം അതിൽ ഈ ഫോർമുല ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. യു ഹാവ് ടു റീറൈറ്റ് ദ ലൈൻസ് ഇൻ സച്ച് എ മാനർ സോ ദാറ്റ് ദ ഡിഫർ ഓൺലി ബൈ എ കോൺസ്റ്റന്റ്. ഓക്കെ,
ഇത് ഉപയോഗിച്ചിട്ട് ഒരു ഫോർമുല ഉണ്ടാക്കാൻ പോകണം നമ്മൾ. ഹൗ ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ടു എ ലൈൻ. Distance from a point to a line. Distance d of a line to the line, ax plus b. To find distance from a point, say x1, y1, to the line. നിങ്ങൾ ഇപ്പം തന്നെ ഇത് പഠിക്കട്ടോ മക്കളെ. To the line ax plus by plus c is equal to 0. സ്മോൾ ലെറ്റർ ആയാലും കുഴപ്പമില്ല, ക്യാപിറ്റൽ ലെറ്റർ ആയാലും കുഴപ്പമില്ല. അപ്പൊ അതിന് ഡെറിവേഷൻ പഠിക്കുന്ന എപ്പോഴും നല്ലതാണ്. അപ്പൊ ഈ ലൈനിന്റെ പേരാണ് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് വിചാരിക്കും. ഇതാണ് x1 ആണ്. ഈ ദൂരമാണ് ചോദിച്ചത് ചോദിച്ചോളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാച്ചാൽ ഇതിൽ കൂടി ഒരു വരയുണ്ടെന്ന് വിചാരിക്കാം. ഇതിന് പാരലായിട്ട് ഒരു വരയുണ്ടെന്ന് വിചാരിക്കാം. ആ ലൈനിന് പാരലായിട്ട് ഒരു വരയുണ്ടെന്ന് വിചാരിക്കാം. എന്നിട്ട് ഈ ലൈനിന്റെ ഇക്വേഷൻ കാണാം. എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഈ രണ്ട് വരകൾ തമ്മിലുള്ള ദൂരമാണ്. അപ്പോൾ രണ്ട് വരകൾ തമ്മിലുള്ള ദൂരം നമ്മൾ പഠിച്ചു, c മൈനസ് സി ഡാഷ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ടു എ ലൈനിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഓക്കെ, എന്താ ചെയ്യുക? x1 y1 കൂടി ഈ ലൈനിന് പാരലായിട്ട് ഒരു വരയുണ്ടെന്ന് സങ്കല്പിക്കാം. അപ്പൊ എങ്ങനെയാ ഈ ലൈനിന്റെ ഇക്വേഷൻ പറയാ? കൻ യു ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദിസ് ലൈൻ? അപ്പൊ ഈ ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയൂ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പാരലൽ ലൈൻസ് ഇക്വേഷൻ ഡിഫർ ഓൺലി ബൈ എ കോൺസ്റ്റന്റ്. അപ്പൊ ഇത് ax പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ 0 ആണ്. ഈ ലൈനിന്റെ പേര് എന്തായിരിക്കും? ax പ്ലസ് ബി വൈ പ്ലസ് കെ ഇസ് ഈക്വൽ ടു 0. കെയോ സി ഡാഷോ എന്തോ ആവട്ടെ, ദേ ഡിഫർ ഓൺലി ബൈ എ കോൺസ്റ്റന്റ്. കെ ഈക്വൽ 0. ഇനി ഈ പോയിന്റ് ഇതിലുണ്ടല്ലോ, അതൊന്ന് കെ കണ്ടൂടെ? x1 y1 lies on this. x1 y1 എന്നുള്ള പോയിന്റ് ലൈസ് ഓൺ x1 y1 എന്നുള്ള പോയിന്റ് ഇതിന് മുകളിൽ കിടക്കുന്നുണ്ട്. ലൈസ് പറഞ്ഞാൽ കിടക്കാം. ലൈസ് ഓൺ ax പ്ലസ് ബി വൈ പ്ലസ് കെ ഈക്വൽ 0. അതിൽ കിടക്കുന്നുണ്ട് ax പ്ലസ് ബി വൈ പ്ലസ് കെ ഈക്വൽ 0 കിടക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? അതിൽ കൊടുക്കുക, സാറ്റിസ്ഫൈ ചെയ്യാം. അപ്പൊ ax1 പ്ലസ് ബി വൈ 1 പ്ലസ് കെ 0 ആണ്. അപ്പൊ കെയുടെ വാല്യൂ എന്താ മക്കളെ? കെയുടെ വാല്യൂ മൈനസ് ഓഫ് ax1 പ്ലസ് ബി വൈ 1 ആണ് അല്ലേ? അപ്പൊ കെയുടെ വാല്യൂ അതാണ്. അപ്പൊ ഇത് നമുക്ക് റീറൈറ്റ് ചെയ്തൂടെ? ഇത് നമുക്ക് റീറൈറ്റ് ചെയ്യാം. ദിസ് ക്യാൻ ബി റിട്ടൻ ആസ് ax പ്ലസ് ബി വൈ പ്ലസ് കെക്ക് പകരം എന്താ എഴുതാം? മൈനസ് ax1 പ്ലസ് ബി വൈ 1 ഈക്വൽ ടു 0. ആ കെക്ക് പകരം അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നിങ്ങൾ അപ്പൊ ഇതാണ് നമ്മുടെ സി ഡാഷ്. ഇത് സി, ഇതാണ് സി ഡാഷ്. But what is the distance between? Our distance from the point x1 y1 to this line will be distance between these two parallel lines. അപ്പോൾ ഇങ്ങനെ എഴുതാം. ഇത് ഇക്വേഷൻ നമ്പർ 1 ആണ് ചോദിച്ചോളൂ, ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ് ചോദിച്ചോളൂ. But distance from x1 y1 to this line is actually the distance between the parallel lines, equation number 1 and equation number 2. അല്ലേ? അപ്പോൾ എഴുതിക്കോളൂ. Distance from x1 y1 to equation number 1 is equal to distance between the parallel lines, equation number 1 and equation number 2. മനസ്സിലായോ മക്കളെ? ഈ ലൈൻ എഴുതിയ മനസ്സിലായോ? Distance from x1 y1 to this line will be equal to distance between these two parallel lines, equation number 1 and equation number 2. അങ്ങനെ ഡിറൈവ് ചെയ്യാൻ പഠിച്ചാൽ നല്ലതാണ്. അപ്പോൾ how to find the distance between two parallel lines? c minus c dash by root of a square plus b square. What is the distance? Therefore distance is equal to എന്താ പറയാം? is equal to modulus of c minus c dash. അപ്പോൾ c minus c dash, ഇതാണ് c dash, minus of ax1 plus by1 ആണ്. അപ്പോൾ c minus, രണ്ട് മൈനസ് ആകുമ്പോൾ പ്ലസ് വരും, ax1 plus by1 divided by
root of a square plus b square. അതാണ് ദൂരം. അപ്പോൾ അതുകൊണ്ട് ആ ഫോമുല നിങ്ങൾ കാണാതെ പഠിക്കാം. ദിസ് ഇസ് എ ഫോമുല. അപ്പോൾ ഞാൻ ആ ഫോമുല ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ ഫോമുല നിങ്ങൾ പഠിക്കാം. ദിസ് ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് x1 y1 ടു ദ ലൈൻ. ദിസ് ഇസ് ax1 by1 പ്ലസ്. കാണാൻ കഴിയില്ലെങ്കിൽ നമുക്ക് വേറെ എഴുതാം. ഞാൻ വേറെ എഴുതാം. ഡിസ്റ്റൻസ് from x1 y1 to the line ax plus by plus c is equal to 0 is in the formula modulus of ax1, distance is given by ax1 plus by1 plus c by under root a square plus b square. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം, അപ്പോൾ എളുപ്പം മനസ്സിലാവും. ഇപ്പം ചെറിയൊരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ, find the distance from 3,4 to the line to a line to a line 4x plus 3y plus 10 is equal to 0. അത് നിങ്ങൾ ചെയ്യൂ പ്ലീസ്. വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് 3,4 ടു ദ ലൈൻ 4x plus 3y plus 10 equals 0. നോക്കൂ, ഇതാണ് ലൈൻ. ഈ ലൈനിന്റെ പേരാണ് 4x plus 3y plus 10 is equal to 0. ഇതാണ് നമ്മുടെ പോയിന്റ്. പോയിന്റ് എന്താ? 3,4. ഈ ദൂരാ ചോദിച്ചത്. ദൂരം എന്ന് പറയുന്നത് എപ്പോഴും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. വാട്ട് ദ ഡിസ്റ്റൻസ്? മോഡുലസ് ഓഫ്. ഇതാണ് x1 y1. യു ടേക്ക് ദിസ് ആസ് x1, ദിസ് ഇസ് y1. ഇതാണ് ax plus by plus c equals 0. എന്താ ഫോർമുല? ഇറ്റ് ഈസ് ax1, it is 4 into x1. x1 is 3 plus 3 into y1. y1 is 4 plus 10 divided by root of a square plus b square. It is 4 square plus 3 square. ഓക്കെ അല്ലേ മക്കളെ? അപ്പം 10ഉം 2ഉം 22ഉം അല്ല 12ഉം 12ഉം 24 34. വെരി ഗുഡ്. ഇറ്റ് ഇസ് 34/5 അല്ലേ? 34/5. സിമ്പിൾ ആണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ. അപ്പം ഇന്ന് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? ഹൗ ടു ഫൈൻഡ് distance from a point from the origin to a line, distance between two parallel lines, distance from a point to a line. എല്ലാറ്റിൻ്റെയും ബേസ് എന്താ? നോർമൽ ഫോം ആണ്. എക്സ് കോസ് ആൽഫ പ്ലസ് വൈ സൈൻ ആൽഫ ഈക്വൽസ് പി ആണ്. ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ് ദാറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്റർസെപ്റ്റ് ഫോമിൽ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്തു. പിന്നെ എന്താ പറയുക, സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിൽ ക്വസ്റ്റ്യൻ ചെയ്തു. പിന്നെ ഇന്റർസെപ്റ്റ് ഫോമിൽ ക്വസ്റ്റ്യൻ ചെയ്തു. നോർമൽ ഫോമിൽ ക്വസ്റ്റ്യൻ ചെയ്തു. പിന്നെ ഒറിജിൻ എന്നുള്ള ദൂരം രണ്ട് പാരലൽ ലൈൻസ് തമ്മിലുള്ള ദൂരം. ഈ പാരലൽ ലൈൻസിന്റെ സ്റ്റൈൽ എങ്ങനെയായിരിക്കും? ഡിഫർ ഓൺലി ബൈ കോൺസ്റ്റന്റ്. പിന്നെ രണ്ട് പാരലൽ ലൈൻസ് തമ്മിലുള്ള ദൂരത്തിന്റെ ഫോർമുല ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ടു എ ലൈൻ. ഇത്രയും ഫോർമുല കാണാൻ പഠിച്ചു. റൈറ്റ്, നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ചെയ്യും മക്കളെ. ഫൈൻഡ് ദ ഡിസ്റ്റൻസ്. എക്സാമ്പിൾ 7. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് 3 - 5 ഫ്രം ദ ലൈൻ 3x - 4y - 26 equals 0. ഇതാണ് ലൈൻ. ഇതാണ് പോയിന്റ്. പോയിന്റ് എന്താണ്? 3, -5 ആണ്. ഈ ദൂരമാണ്. ലൈൻ്റെ ഇക്വേഷൻ എന്താ? 3x - 4y - 26 equals 0. നിങ്ങൾ ഓരോ തവണ പ്രോബ്ലം ചെയ്യുമ്പോഴും യു റൈറ്റ് ദ ഫോർമുല എഴുതിയിട്ട് ഫോർമുല പഠിക്കുന്നവരെ അത് എഴുതണം. എല്ലാ തവണയും ഫോർമുല എഴുതിയാൽ ആ ഫോർമുല കണ്ട് പഠിച്ചു പോകും കേട്ടോ. ഫോർമുല എഴുതണം ആദ്യം. ഫോർമുല എല്ലാ സമയത്തും എക്സാമിന് ഫോർമുല ഡിറൈവ് ചെയ്യാനൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ഫോർമുല മറന്നുപോയാൽ അത് ഭയങ്കര ക്ഷീണമാണ്. അപ്പോൾ ഫോർമുല ഡിറൈവ് ചെയ്യുന്നത് പഠിക്കുക.
പിന്നെ നിങ്ങൾ ഓരോ സമയത്തും ഫോമുല എഴുതി അവസാനം പ്രോബ്ലം ചെയ്യുമ്പോൾ അറിയാതെ ഫോമുല വരണം നിങ്ങളുടെ കയ്യിൽ. നിങ്ങൾക്ക് തോന്നണം. അപ്പോൾ ഫോമുല എല്ലാ സമയത്തും എഴുതാൻ തോന്നാം കേട്ടോ. അപ്പോൾ എന്താ ഫോമുല? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ax1 പ്ലസ് by1 പ്ലസ് c ഡിവൈഡഡ് ബൈ അണ്ടർ റൂട്ട് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. ഇതാണ് ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് x1 y1 ടു ദ ലൈൻ. ഇവിടെ d എന്താ? ഇസ് മോഡുലസ് ഓഫ്, ഇതാണ് x1 y1. ഇറ്റ് ഇസ് 3 into 3, പിന്നെ മൈനസ് 4 into മൈനസ് 5 മൈനസ് 26 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. അപ്പോൾ താഴെ 5 വരും, മുകളിൽ എന്താ വരിക? 9, 9ഉം 5 4 20, 29, 29 26 കുറയ്ക്കാം. അപ്പോൾ 3 അല്ലേ വരിക? ആൻസർ 3/5. ഡിസ്റ്റൻസ് 3/5 അല്ലേ? 3/5. സിമ്പിൾ ആയിരിക്കും, വളരെ സിമ്പിൾ ചോദ്യങ്ങളെ വരില്ല ഇതൊക്കെ. റൈറ്റ്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാരലൽ ലൈൻസ് 3x minus 4y plus 7 equals 0 and 3x minus 4y plus 5 equals 0. രണ്ട് പാരലൽ ലൈൻസ് ആണ്. യു ഹാവ് 2 പാരലൽ ലൈൻസ്. അപ്പോൾ ഈ ലൈൻ്റെ പേരാണ്, നിങ്ങൾ പഠിച്ചോ കണ്ടോ? പാരലൽ ലൈൻസ് ഡിഫർ ഓൺലി ബൈ കോൺസ്റ്റന്റ്. ഇങ്ങനെ കോൺസ്റ്റന്റിന് മാത്രം വ്യത്യാസമുള്ളത്തക്ക രീതിയിൽ എഴുതിയാൽ മാത്രമേ നിങ്ങൾ ആ ഫോമുല ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്താ ഫോമുല? Formula can be used only for the case when the lines are written in such a manner so that they differ only by a constant. Constant മാത്രം വ്യത്യാസമുള്ള രീതിയിൽ എഴുതിയാൽ മാത്രമേ ആ കോൺസ്റ്റന്റ് ഫോമുല ഉപയോഗിക്കാൻ പാടുള്ളൂ. But distance between 2 parallel lines. Formula distance between 2 parallel lines. Distance between 2 parallel lines. എന്താ ഫോമുല? Formula that distance is equal to modulus of c minus c dash. C minus c dash by root of a square plus b square. A or b or capital letter എന്ന് വേണമെങ്കിൽ പറയാം. A square plus b square. അപ്പോൾ ഇവിടെ എന്താ ഫോമുല? It is 7 minus 5 divided by root of 3 square plus 4 square. What 25? Answer is 2/5. Distance between 2 parallel lines is 2/5. Simple ആണ്. എപ്പോഴും നിങ്ങൾ ഫോർമുല എഴുതാൻ പഠിക്കുക കേട്ടോ. ഓക്കെ, ഇനി എക്സസൈസ് 9.5 അല്ല 9.3. 9.3 കുറേ ചോദ്യമുണ്ട്. 9.3 കുറേ ചോദ്യമുണ്ട്. അത് മൊത്തം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഐഡിയ പഠിപ്പിക്കാം. ഇത് വളരെ സട്ടിലായിട്ടുള്ള ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഞാൻ ഇതിൽ കുറേ കാര്യങ്ങൾ വേറെ എക്സ്ട്രാ പറയും. അതുകൊണ്ട് നിങ്ങൾ ഇനി മുതലാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്ത ക്ലാസ് തൊട്ടിട്ട് നന്നായി ശ്രദ്ധിക്കണം. ഇതുവരെയുള്ളത് കുറച്ച് സിമ്പിളായിരുന്നു. അതുകൊണ്ട് ഇത്രയും സിമ്പിൾ ആയതുകൊണ്ട് ഇനി വരാൻ പോകുന്നതും സിമ്പിളാണെന്ന് വിചാരിക്കരുത്. ഞാൻ കുറച്ചുകൂടി ഗഹനമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പോവാണ് അടുത്ത ആഴ്ച. കാരണം അത് JEE മെയിൻസിന് സ്ട്രേറ്റ് ലൈൻസും കോണിക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. കോർഡിനേറ്റ് ജോമെട്രിയാണ്. അത് പഠിക്കണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, reduce the following equations to slope intercept form and find their slopes and y intercept. ആദ്യത്തെ ലൈൻ x plus 7y equals 0. x plus 7y equals 0. എന്ത് എഴുതാം? y equals ആക്കി എഴുതാം. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിൽ എഴുതാം. 7y is equal to minus x or y is equal to minus 1/7x. അപ്പോൾ അതാണ് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. അപ്പോൾ what is slope intercept form? Slope is, it is of the form y equals mx plus c or ms minus 1/7 and c is 0. When the slope of this line is minus 1/7 and y intercept is 0. The line passes through the origin. Slope is negative means the line is making an obtuse angle with x-axis. Obtuse angle ആണ് ഉണ്ടാക്കുന്നത്. ഓക്കെ അല്ലേ മക്കളെ? സിമ്പിൾ അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 6x plus 3y minus 5 is equal to 0. 6x plus 3y minus 5 is equal to 0. Y equals ആക്കി എഴുതാം. 3y equals minus 6x plus 5. Or what is y? Y equals minus 2x plus 5/3. But this is how the form y equals mx plus c. What is slope? Slope is minus 2. M is how the form y equals mx plus c. Slope intercept form. Therefore, m equals minus 2 and y intercept c is 5/3. C is called the y intercept.
C is 5 by 3. Slope is minus 2 and y-intercept is 5 by 3. ശരിയല്ലേ? y equals 0. y equals 0 പറഞ്ഞാൽ x axis ആണ്. അല്ലേ? y equals 0 പറഞ്ഞാൽ x axis ആണ്. y equals 0 എങ്ങനെ എഴുതാം? y equals 0 can be written as y equals 0 plus 0. അപ്പോൾ സ്ലോപ്പ് എന്താ? സ്ലോപ്പ് is 0 and y-intercept is also 0. y equals 0 പറഞ്ഞാൽ actually x axis ആണ്. അപ്പോൾ സ്ലോപ്പ് is 0, y-intercept is also 0. Okay, that's all. അടുത്ത രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യും. മൂന്നാമത്തെ ചോദ്യം ഹോംവർക്ക് ആയിട്ട് ചെയ്യും. ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ്. ഇങ്ങനെ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് ടു ദ ലൈൻ ഇങ്ങനെ കാണാം. ഏതാ ഫോർമുല? ax1 plus by1 plus c by root of a square plus b square. പിന്നെ ഇത് ഞാൻ നാളെ അടുത്ത ദിവസം ചെയ്യാം. ഇത് അഞ്ചാമത്തെ ചോദ്യം ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. അഞ്ചാമത്തെ ചോദ്യം. പിന്നെ ഏഴാമത്തെ ചോദ്യം ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. അപ്പൊ ഈ ഇത്രയും ചോദ്യങ്ങൾ രണ്ടാമത്തെ, മൂന്നാമത്തെ, അഞ്ചാമത്തെ, ഏഴാമത്തെ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് മക്കളെ? വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ടു എ ലൈൻ? വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ്? പിന്നെ രണ്ട് ലൈൻസ് പാരലൽ ലൈൻസ് ആണെങ്കിൽ ദേ ഡിഫർ ഓൺലി ബൈ എ കോൺസ്റ്റന്റ്. പാരലൽ ലൈൻസിന്റെ ഫോർമുല എന്താ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ് ഫോർമുല മോഡുലസ് ഓഫ് സി മൈനസ് സി ഡാഷ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഫോർമുലാസ് ഒക്കെ ഒരു പേപ്പറിൽ എഴുതി റിവൈസ് ചെയ്യുന്നത് നല്ലതാണ് അല്ലേ? സി മൈനസ് സി ഡാഷ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അതേ ആ ഫോർമുല ഉപയോഗിക്കണമെങ്കിൽ ദ ലൈൻ ഷുഡ് ബി റിട്ടൺ ഇൻ സച്ച് എ മാനർ സോ ദ ഡിഫർ ഓൺലി ബൈ എ കോൺസ്റ്റന്റ്. അതെന്നാണ് നമ്മൾ ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ടു എ ലൈൻ പഠിക്കുന്നത്. വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ടു എ ലൈൻ? മോഡുലസ് ഓഫ് ax1 plus by1 plus c by under root a square plus b square. ഇത്രയും ഫോർമുലാസ് പഠിച്ചു. ഏത് ലൈൻ തന്നാലും അതിനെ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോർമുലയും ഇന്റർസെപ്റ്റ് ഫോർമുലയും നോർമൽ ഫോർമുലയും എഴുതാൻ പഠിക്കാം. അതാണ് ഈ എക്സസൈസിൽ ആദ്യത്തെ രണ്ടെണ്ണം. അത് നിങ്ങൾ പഠിക്കണം. റെഡ്യൂസ് ദ ലൈൻ ഗിവൺ ഇൻ എനി ഓഫ് ദ ഫോംസ് ഇൻ y ഇന്റർസെപ്റ്റ്, സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം, ഇന്റർസെപ്റ്റ് ഫോം, നോർമൽ ഫോം. ഈ മൂന്ന് ഫോമിലേക്ക് ആക്കാൻ പറയാം. ഇവിടെ സ്ലോപ്പും ഇന്റർസെപ്റ്റും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും ആൽഫയും കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, പിന്നെ ഒറിജിൻ എന്നുള്ള ദൂരം ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ്, ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ടു എ ലൈൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ട് വരാം. അടുത്ത ദിവസം തൊട്ടിട്ട് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. അതുകൊണ്ട് നിങ്ങൾ അടുത്ത ക്ലാസ് തൊട്ടിട്ട് വളരെയധികം സ്റ്റുഡിയസ് ആയിട്ടിരിക്കണം കേട്ടോ. അടുത്ത ക്ലാസ് തൊട്ടിട്ട് സ്ട്രെയിറ്റ് ലൈൻസ് കുറച്ച് ഹെവി, കുറച്ച് നല്ല ചാപ്റ്ററാണ്. ഹെവി അല്ല, കുറച്ച് സിമ്പിളാണ്. പക്ഷെ എന്നാലും അത് നന്നായിട്ട് ചോദിക്കും. കാരണം അത് കുറേ സ്ഥലത്തേക്ക് ലിങ്ക് ഉണ്ട്. കോംപ്ലക്സ് നമ്പേഴ്സിലേക്ക് ലിങ്ക് ഉണ്ട്. കോംപ്ലക്സ് നമ്പേഴ്സിലെ ചോദ്യം ഇതിൽ ചോദിക്കാം. അതുകൊണ്ട് നല്ലോണം പഠിച്ചാൽ ഇത് കോംപ്ലക്സ് നമ്പേഴ്സിലും ഒക്കെ ഉപകാരമാകും. ഓക്കെ, താങ്ക് യു. വിൽ സ്റ്റോപ്പ് വിത്ത് ടുഡേസ് ക്ലാസ്. നമുക്ക് അടുത്ത ആഴ്ച കാണാം. നന്നായിട്ട് പഠിക്കുക കേട്ടോ. താങ്ക് യു. താങ്ക് യു. Thank you. Thank you. Yeah,